നമ്മളെ അല്പം ടെക്നിക്കൽ ഡിഫിക്കൽറ്റി അവിടെ ഉണ്ടായി എങ്കിലും നമുക്ക് പിന്നെയും പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാം. ദൈവം നമ്മെ ബലപ്പെടുത്തട്ടെ, ശക്തീകരിക്കട്ടെ. പിന്നെയും ആരാധനയ്ക്കായി നമ്മെ ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കുക. നമ്മുടെ പ്രിയ സഹോദരൻ പ്രദീപും ടീമും ഇപ്പോൾ ആരാധനയിൽ നമ്മെ സഹായിക്കുന്നതായിരിക്കും. അതിനായി അവരെ ദൈവസന്നിധിയിൽ ക്ഷണിക്കുകയാണ്. നമുക്ക് ഒരുമിച്ച് ചേർന്ന് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. ദൈവനാമത്തിന് മഹത്വം. ഈ ഒരു പ്രഭാതത്തിൽ വേഗം വരുന്നവനായ യേശു ക്രിസ്തുവിനെ സത്യത്തിലും ആത്മാവിലും ആരാധിപ്പാൻ എളിയവരായ നമുക്ക് ലഭിക്കുന്ന ഈ വിലപ്പെട്ട നിമിഷങ്ങൾക്കായി കർത്താവിനെ നമുക്ക് സ്തോത്രം ചെയ്യാം. അതെ, സങ്കീർത്തനക്കാരത്തിൽ ഇപ്രകാരം പറയുന്നു: കർത്താവെ, ഞാൻ നിന്നെ സ്തുതിക്കുമ്പോൾ എൻ്റെ അധരങ്ങളും നീ വീണ്ടെടുത്ത എൻ്റെ പ്രാണനും ഘോഷിച്ച് ആനന്ദിക്കുമെന്ന്. ആ സങ്കീർത്തനത്തിന് ആ വരികളെ ഒന്ന് മനസ്സിലൊന്ന് ധ്യാനിച്ചാട്ടെ. നമ്മളെ വീണ്ടെടുത്ത ആ നല്ല ആ കർത്താവിലേക്ക് ഘോഷിച്ച് ആനന്ദിക്കുവാൻ തക്കവണ്ണമുള്ള ഒരുപാട് കാരണങ്ങൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ തന്നിട്ടുണ്ട്. ആ രക്ഷ തന്ന ആ കർത്താവിനെ, നമുക്ക് വേണ്ടി യാഗമായി തീർന്ന ആ കർത്താവിനെ നമുക്കിന്ന് പകൽക്കാലം സ്തുതിക്കുവാൻ കഴിയട്ടെ. ഹല്ലേലൂയ. അവൻ്റെ സാന്നിധ്യം നമ്മുടെ ഉള്ളങ്ങളിൽ അതുണ്ട്. അതിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് കർത്താവിലേക്ക് നമ്മുടെ ഹൃദയങ്ങളെ പകർന്നുകൊണ്ട് സന്തോഷത്തോടെ കർത്താവിനെ നമുക്ക് സ്തോത്രം ചെയ്യാം. അതെ, അവൻ്റെ സന്നിധിയിലാണല്ലോ സന്തോഷത്തിൻ്റെ പരിപൂർണതയുള്ളത്. അവൻ്റെ വലതുഭാഗത്തെന്നും പ്രമോദങ്ങളുമുണ്ടെന്ന് ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നു. നമ്മൾ പാടുന്ന പാട്ടിൻ്റെ വരികൾ ഇപ്രകാരം പറയുന്നു: തിരുക്കരം, അങ്ങയുടെ തിരുക്കരം ഞങ്ങളെ താങ്ങിയതിനായി സ്തോത്രം. കഴിഞ്ഞ നാളുകൾ നമ്മളെ നടത്തിയ ദൈവത്തെ ഇന്ന് പകൽക്കാലം നമുക്കും ഒരുമിച്ച് പാടി ദൈവത്തിന് മഹത്വം കൊടുക്കാം. ഇസ്രായേലിൻ രാജാവേ, എൻ ദൈവമാം യഹോവേ, ഞാൻ അങ്ങേ വാഴ്ത്തിയിടുന്നു. നന്മകൾ ഓർത്തിയിടുന്നു. ഇസ്രായേലിൻ രാജാവേ, എൻ ദൈവമാം യഹോവേ, ഞാൻ അങ്ങേ വാഴ്ത്തിയിടുന്നു. നന്മകൾ ഓർത്തിയിടുന്നു. യേശുവേ, 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 യേശുവേ. നന്ദി നന്ദി നാഥാ, അളവില്ല സ്നേഹത്തിനാ. നന്ദി നന്ദി നാഥാ, അളവില്ല സ്നേഹത്തിനാ. എന്തു ഞാൻ പകരം നൽകും? ആയിരം പാട്ടുകളോ ജീവകാലം മുഴുവൻ രക്ഷയെ ഉയർത്തിയിടുവേ. യേശുവേ, 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 യേശുവേ. നന്ദി നന്ദി നാഥാ, അളവില്ല സ്നേഹത്തിനാ. നന്ദി
യേശുവേ ഹല്ലേലൂയ 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 നന്ദി നന്ദി നാഥാ അളവില്ല സ്നേഹത്തിനാ നന്ദി നന്ദി നാഥാ അളവില്ല സ്നേഹത്തിനാ നന്ദി നന്ദി നാഥാ അളവില്ല സ്നേഹത്തിനാ നന്ദിയേ നന്ദി നന്ദി നാഥാ അളവില്ല സ്നേഹത്തിനാ ഹല്ലേലൂയ. അളവില്ലാത്ത ദാനങ്ങൾ നമുക്ക് നൽകിയ ആ നമ്മുടെ നല്ല യേശുവിനെ ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. യേശുവേ, അങ്ങ് ഞങ്ങൾക്ക് നൽകിയ എല്ലാ നല്ല ദാനങ്ങൾക്കായി ഞങ്ങൾ നന്ദി പറയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നാളിതുവരേക്ക് നമ്മളെ സൂക്ഷിച്ച പരിപാലനത്തിനായി ഞങ്ങൾ നന്ദി പറയുകയാണ്. അതെ, let us come to his presence with a thanksgiving heart. അതെ, നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവസന്നിധിയിലേക്ക് നമുക്ക് അടുത്തു ചെല്ലാം. ഹല്ലേലൂയ. ഹല്ലേലൂയ. Thank you Jesus. Thank you Jesus. Oh, hallelujah. Hallelujah. Amen. Thank you Lord. Oh Jesus. Hallelujah. സ്തോത്രം. Praise God. നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം നന്മകൾ അനുഭവിക്കുന്നുവെങ്കിലും അത് ദൈവത്തിൻ്റെ ദാനമാണ്. പ്രൈസ് ഗോഡ്. അത് വിശ്വസിക്കുന്നവരാണ് എന്നെ കേൾക്കുന്നത് ഞാൻ തിരിച്ചറിയട്ടെ. ഹല്ലേലൂയ. ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്നത് എല്ലാം, അവൻ നമുക്ക് നൽകുന്നതെല്ലാം അത് ദൈവികമായ ദാനമാണ്. പ്രൈസ് ദി ലോർഡ്. അതെ, ആ നമ്മെ തേടി വന്ന ആ സ്നേഹനിധിയായ യേശുവിനെ ഇന്ന് പൽക്കാലം നമ്മൾ ഒരുമിച്ച് പാടി വീണ്ടും നമുക്ക് ദൈവത്തെ ആരാധിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. സ്തുതിഗീതം പാടും ഞാൻ, അവൻ്റെ നാമത്തെ നമ്മൾ ഉയർത്തുവാൻ പോവുകയാണ്. സ്തോത്രം. അതെ, നമുക്കറിയാം യേശുവിൻ്റെ നാമത്തിൻ്റെ വലിയ പ്രത്യേകതകൾ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലവും ആ നാമത്തിന് മേലായ വേറെ ഒരു നാമവുമില്ല. ആമേൻ. നമ്മുടെ ഏതൊരു പ്രയാസഘട്ടങ്ങളിലൂടെ ചിലവരെന്നെ കേൾക്കുന്നുണ്ട് ഞാൻ തിരിച്ചറിയട്ടെ. ആ വിഷമകരമായ അവസ്ഥകളെ ഇന്ന് പകൽക്കാലം മാറ്റിത്തരുവാൻ നമ്മുടെ യേശുവിന് കഴിയും. ഹല്ലേലൂയ. അത് വിശ്വസിക്കുന്നവർ ഒരുമിച്ച് നമുക്ക് കരങ്ങളെ ചേർത്തടിച്ചുകൊണ്ട് കർത്താവിനെ സ്തുതിക്കാം. ഈ പാട്ടിന്റെ വരികളെ ചേർന്ന് പാടി ദൈവത്തിന് നമുക്ക് മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്തുതിഗീതം പാടുക നാം, ഉയർത്തുക ജയനാം. സ്തുതിഗീതം പാടുക നാം, ഉയർത്തുക ജയനാം. സ്തുതിക്കു യോഗ്യനവൻ സർവശക്തൻ യഹോവയവൻ. സ്തുതിക്കു യോഗ്യനവൻ സർവശക്തൻ യഹോവയവൻ. നമ്മെ സ്നേഹിച്ചു, നമ്മെ വീണ്ടെടുത്തു, നമ്മെ സ്നേഹിച്ചു,
ആശ്വാസം പകരുമവൻ. സ്തുതിഗീതം പാടുക നാം, ഉയർത്തുക ജയനാമം. സ്തുതിഗീതം പാടുക നാം, ഉയർത്തുക ജയനാമം. സേനകളിൽ നായകൻ സർവശക്തൻ യഹോവയവൻ. സേനകളിൽ നായകൻ സർവശക്തൻ യഹോവയവൻ. അവൻ മുൻപിലും അവൻ പിന്നിലും, അവൻ മുൻപിലും അവൻ പിന്നിലും നമ്മെ ജയത്തോടെ നടത്തിയിടുമേ, നമ്മെ ജയത്തോടെ നടത്തിയിടുമേ. സ്തുതിഗീതം പാടുക നാം, ഉയർത്തുക ജയനാമം. സ്തുതിഗീതം പാടുക നാം, ഉയർത്തുക ജയനാമം. രാജാധിരാജനവൻ സർവശക്തൻ യഹോവയവൻ. രാജാധിരാജനവൻ സർവശക്തൻ യഹോവയവൻ. സ്തുതി സ്തോത്രവും എല്ലാ പുകഴ്ചയും, സ്തുതി സ്തോത്രവും എല്ലാ പുകഴ്ചയും അവനെന്നുമാമേ, അവനെന്നുമാമേ. സ്തുതിഗീതം പാടുക നാം, ഉയർത്തുക ജയനാമം. 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 Hallelujah, praise God. ആ പുതിയ ശക്തി നമുക്ക് നൽകുന്ന ഒരു യേശു. ഹല്ലേലൂയ. ആ അഭിഷേകത്തിന്റെ ശക്തി ഇന്ന് പകൽക്കാലവും ആ നമ്മുടെ ഹൃദയങ്ങളിൽ, നമ്മുടെ ശരീരങ്ങളിൽ അത് ഇറങ്ങി വരട്ടെ. ഹല്ലേലൂയ. ആ യേശുവിന്റെ സാന്നിധ്യം നമ്മുടെ ഉള്ളങ്ങളിൽ, നമ്മുടെ ഭവനങ്ങളിൽ, നമ്മളായിരിക്കുന്ന സ്ഥലങ്ങളിൽ അത് വെളിപ്പെടുന്നതിനായി സ്തോത്രം ചെയ്യുകയാണ്. ഹല്ലേലൂയ. അത് ഇന്ന് പകൽ നമ്മൾ ഒരുമിച്ച് പാടാൻ പോകുകയാണ്. അഭിഷേകം പകരുന്ന ഒരു ശക്തി, ആ പുതുശക്തി എന്നിലേക്കൊന്ന് പകരണമേ എന്ന് ദൈവത്തോട് നമ്മൾ അപേക്ഷിക്കുകയാണ്. അതേ അന്ധകാരത്തിന്റെ ശക്തികളെ ജയിപ്പാൻ തക്കവണ്ണമുള്ള ആത്മശക്തിയാൽ എന്നെ നിറച്ചിടുക, അനുദിനം ആരാധിപ്പാൻ. അഭിഷേകത്താൽ എന്നെ നിറച്ചിടുക, ഞാൻ ഉണർന്നു ശോഭിക്കുക. ആത്മശക്തിയാൽ എന്നെ നിറച്ചിടുക, അനുദിനം ആരാധിപ്പാൻ. അഭിഷേകത്താൽ എന്നെ നിറച്ചിടുക, ഞാൻ ഉണർന്നു ശോഭിക്കുക. അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുക. അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുക. അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ ആ കൃപയാ. അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ ആ കൃപയാ. ക്ലേശം നിറയും മരുയാത്രയിൽ ഞാൻ നിന്നെ സ്തുതിച്ചാത്തിടുമ്പോൾ തുറന്നിടുക നൽനീരുറവാൻ ഞാൻ എഴുന്നേറ്റു ശോഭിക്കുക. ക്ലേശം നിറയും മരുയാത്രയിൽ ഞാൻ നിന്നെ സ്തുതിച്ചാത്തിടുമ്പോൾ തുറന്നിടുക നൽനീരുറവാൻ ഞാൻ എഴുന്നേറ്റു ശോഭിക്കുക. അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുക. അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുക. അന്ധകാര
ഞാനാ കൃപയാ. കൃപയാൽ എന്നെ അഭിഷേകം ചെയ്യുക, വിശുദ്ധിയോടെ ആരാധിപ്പാൻ. ആത്മാവിനാലെ നിൻ ശക്തിയാലെ കോട്ടകൾ തകർത്തിടുവാൻ. കൃപയാൽ എന്നെ അഭിഷേകം ചെയ്യുക, വിശുദ്ധിയോടെ ആരാധിപ്പാൻ. ആത്മാവിനാലെ നിൻ ശക്തിയാലെ കോട്ടകൾ തകർത്തിടുവാൻ. അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുവാൻ. അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുവാൻ. അന്ധകാര ശക്തികളെ ജയിക്കും ഞാനാ കൃപയാ. അന്ധകാര ശക്തികളെ ജയിക്കും ഞാനാ കൃപയാ. ആത്മശക്തിയാൽ എന്നെ നിറച്ചിടുക, അനുദിനം ആരാധിപ്പാൻ. അഭിഷേകത്താൽ എന്നെ നിറച്ചിടുക, ഞാൻ ഉണർന്ന് ശോഭിക്കുവാൻ. ആത്മശക്തിയാൽ എന്നെ നിറച്ചിടുക, അനുദിനം ആരാധിപ്പാൻ. അഭിഷേകത്താൽ എന്നെ നിറച്ചിടുക, ഞാൻ ഉണർന്ന് ശോഭിക്കുവാൻ. അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുവാൻ. അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുവാൻ. അന്ധകാര ശക്തികളെ ജയിക്കും ഞാനാ കൃപയാ. അന്ധകാര ശക്തികളെ ജയിക്കും ഞാനാ കൃപയാ. അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുവാൻ. അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുവാൻ. അന്ധകാര ശക്തികളെ ജയിക്കും ഞാനാ കൃപയാ. 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 Hallelujah. Oh, thank you, Jesus. Hallelujah. Amen. Amen. ഇത്ര ശ്രേഷ്ഠനായ നല്ല കർത്താവിനെ, അതെ, ഈ ഒരു പകല് നമുക്ക് ആരാധിക്കുവാൻ ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്ത എത്ര വലിയ ഭാഗ്യകരമായ ഒരു അവസ്ഥയാണ്. ഹല്ലേലൂയ. ഈ വിലയേറിയ അവസരത്തിനായി നമുക്ക് കരങ്ങളെ ഉയർത്തി കഴിയുമെങ്കിൽ കർത്താവിനൊന്ന് നന്ദി പറഞ്ഞാട്ടെ. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. അതേ, തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും, സത്യമായി തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും നമ്മുടെ പിതാവ് പറഞ്ഞിരിക്കുന്നു, സമീപസ്ഥനാകുന്നു. അതേ, നമ്മുടെ ദൈവത്തിന് ഒരു പ്രത്യേകതയുണ്ട്. അവൻ ദൈവമാകുന്നു, അവൻ പരിശുദ്ധനാകുന്നു, അവൻ വിശുദ്ധിയോടെ ആയിരിക്കുന്നു. അപ്പോൾ തന്നെയും അവൻ നമുക്ക് നല്ലൊരു പിതാവായിരിക്കുന്നു. സ്തോത്രം. ഒരു മകനല്ല മകൾ പിതാവിൻ്റെ അടുക്കിലേക്ക് ചെല്ലുവാൻ കഴിയുന്ന ആ ഒരു വലിയ ഫ്രീഡം ഇന്ന് പകൽക്കാലം കർത്തസന്നിധിയിലേക്ക് ചെല്ലുവാൻ ദൈവം നമ്മളിൽ ആഗ്രഹിക്കുകയാണ്. സ്തോത്രം. അതെ, പരിശുദ്ധനായ ദൈവമേ, അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നുവെന്ന് ഹൃദയം നിറഞ്ഞുകൊണ്ട് നമുക്ക് പാടുവാൻ കഴിയട്ടെ. ഹല്ലേലൂയ. ആ കർത്താവിൻ്റെ വലിയ സാന്നിധ്യം നമ്മുടെ ഹൃദയങ്ങളെ മൂടട്ടെ, നമ്മുടെ അവസ്ഥകളെ ഏറ്റെടുക്കട്ടെ. ആ കർത്തൃത്വം നമ്മുടെ പൊന്നു കർത്താവിൻ്റെ കരങ്ങളിൽ കൊടുത്താട്ടെ. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്.
പിതാവേ എന്നുടെ താതൻ നീ ദൂതന്മാരാപ്പകൻ വാഴ്ത്തിടുന്നു നന്ദിയാൽ വണങ്ങും തിരുമുൻപിലിന്നേരം എന്നുമെന്നും നീ ആരാധ്യനാ നന്ദിയാൽ വണങ്ങും തിരുമുൻപിലിന്നേരം എന്നുമെന്നും നീ ആരാധ്യനാ നീ പരിശുദ്ധൻ നീ എന്നും സ്തുത്യൻ ദൈവമേ നീ മാത്രം യോഗ്യനാ ആരാധനയും സ്തുതി ബഹുമാനവും സ്വീകരിപ്പാൻ എന്നും നീ യോഗ്യനാ നീ പരിശുദ്ധൻ നീ എന്നും സ്തുത്യൻ ദൈവമേ നീ മാത്രം യോഗ്യനാ ആരാധനയും സ്തുതി ബഹുമാനവും സ്വീകരിപ്പാൻ എന്നും നീ യോഗ്യനാ യേശുനാഥായൻ കർത്തനാം രക്ഷകൻ നീ ദൂതന്മാരാപ്പകൻ വാഴ്ത്തിടുന്നു നന്ദിയാൽ വണങ്ങും തിരുമുൻപിലിന്നേരം എന്നുമെന്നും നീ ആരാധ്യനാ നന്ദിയാൽ വണങ്ങും തിരുമുൻപിലിന്നേരം എന്നുമെന്നും നീ ആരാധ്യനാ നീ പരിശുദ്ധൻ
എന്നെ നിത്യതയോടടുപ്പിക്കുന്ന എല്ലാ അനുഭവങ്ങൾക്കും നന്ദി. എന്നെ നല്ല ശിഷ്യനാക്കിയിടുന്ന എല്ലാ കുരിശുകൾക്കും നാഥാ നന്ദി. എല്ലാ തോൽവികൾക്കും നാഥാ നന്ദി. നിന്റെ മുഖം കാണുവാൻ അതു നിമിത്തമായി എല്ലാ കണ്ണുനീരിനും നാഥാ നന്ദി. നിന്റെ സാന്നിധ്യമറിയാൻ ഇടയായി. താഴ്വരയിൽ മുള്ളുകളിൽ പനിനീർപ്പൂവോ, ശോധനയിൽ ചുളയതിൽ പൊന്നുപോലെ, ഉയർച്ചയിലും താഴ്ചയിലും മരണത്തിലും ജീവനിലും നാഥാ നിൻ സാന്നിധ്യം മതി. നാഥാ നിൻ സാന്നിധ്യം മതി. എന്നെ നിത്യതയോടടുപ്പിക്കുന്ന എല്ലാ അനുഭവങ്ങൾക്കും നന്ദി. എന്നെ നല്ല ശിഷ്യനാക്കിയിടുന്ന എല്ലാ കുരിശുകൾക്കും നാഥാ നന്ദി. എല്ലാ തോൽവികൾക്കും നാഥാ നന്ദി. നിന്റെ മുഖം കാണുവാൻ അതു നിമിത്തമായി എല്ലാ കണ്ണുനീരിനും നാഥാ നന്ദി. നിന്റെ സാന്നിധ്യമറിയാൻ ഇടയായി. താഴ്വരയിൽ മുള്ളുകളിൽ പനിനീർപ്പൂവോ, ശോധനയിൽ ചൂളയതിൽ പൊന്നുപോലെ, ഉയർച്ചയിലും താഴ്ചയിലും മരണത്തിലും ജീവനിലും നാഥാ നിൻ സാന്നിധ്യം മതി. നാഥാ നിൻ സാന്നിധ്യം മതി. നാഥാ നിൻ സാന്നിധ്യം മതി. നാഥാ നിൻ സാന്നിധ്യം മതി. നാഥാ നിൻ ഹല്ലേലൂയ. അപ്പൊ അങ്ങയുടെ ആ സാന്നിധ്യം മതി ഞങ്ങൾക്ക്. ഇന്ന് പകൽക്കാലം സഭയാം കുടുംബങ്ങളായി ആ വലിയ സാന്നിധ്യത്തോടെ ഞങ്ങൾക്ക് അങ്ങേ ആരാധിക്കുവാൻ കർത്താവെ ഞങ്ങൾക്ക് നൽകിയ ഈ നല്ല സമയത്തിനായി സ്തോത്രം. അതാ ഈ ലോക ജീവിതത്തിൽ ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ പദ്ധതികൾ, അതെ, അത് ഞങ്ങൾക്ക് തിന്മയ്ക്കായിട്ടല്ല, അത് ഞങ്ങളുടെ നന്മയ്ക്കായിട്ടത്രേ. ഹല്ലേലൂയ. പ്രകാരം നമുക്ക് വിശ്വസിക്കാം. ഈ പകൽക്കാലവും ദൈവം നമ്മളെ സൂക്ഷിക്കുന്ന അവൻ്റെ വിശ്വസ്തതയ്ക്കായി നമുക്ക് നന്ദി പറയാം. ഒരു നിമിഷം കൂടെ കണ്ണുകളെ മൂടാം. ഒരു നിമിഷം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. നല്ലവനായ ഞങ്ങളുടെ നല്ല കർത്താവേ, അപ്പോൾ നൽകപ്പെട്ട ഈ സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ സന്നിധിയിൽ കർത്താവെ അടുത്ത് ചെല്ലുവാൻ ഞങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്ന വലിയ സ്വാതന്ത്ര്യത്തിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. തുടർന്നും ഞങ്ങളെ അങ്ങ് വഴി നടത്തിയാട്ടെ. കർത്താവ് ഞങ്ങളെ കരുതുന്നതിനാൽ ഞങ്ങളുടെ സകല ഭാരങ്ങളും ചിന്താകുലങ്ങളും അതിനെല്ലാം ദൈവസന്നിധിയിൽ ഞങ്ങൾ സമർപ്പിക്കട്ടെ. കുലുങ്ങാതെ നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെ
ഞങ്ങളെ നിർത്തുന്ന ദൈവിക കരുതലിനായി ഞങ്ങൾ ഇന്ന് പകൽക്കാലം നന്ദി പറയുന്നു. കർത്താവ് അനുഗ്രഹിച്ചാട്ടെ. പ്രാർത്ഥന കേൾക്കുന്ന ദൈവത്തിന് മഹത്വം യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. താങ്ക് യു. ആമേൻ. ആമേൻ. എത്ര മനോഹരമായ ഒരു പ്രാർത്ഥന, എത്ര മനോഹരമായ ഒരു ആരാധന. പ്രിയതമകളെ, ഈ ദിവസങ്ങളിൽ ഈ ഭൂമിയിൽ എന്തെല്ലാം ഉണ്ടെങ്കിലും കർത്താവിൻ്റെ സാന്നിധ്യം ഇല്ലെങ്കിൽ അതെല്ലാം വട്ടപൂജ്യമാണ്. ഈ ദിവസങ്ങളിൽ നമ്മുടെ പ്രാർത്ഥന അതായിരിക്കട്ടെ, കർത്താവേ നിൻ സാന്നിധ്യം മതി. എൻ്റെ ജീവിതത്തിൽ പണമില്ലെങ്കിലും ആരോഗ്യമില്ലെങ്കിലും കർത്താവെ പല അനുഭവങ്ങളിൽ ഞെരുക്കങ്ങളുണ്ടെങ്കിലും നിൻ്റെ സാന്നിധ്യമുണ്ടെങ്കിൽ അതെല്ലാത്തിനും മതി, എല്ലാത്തിനും മതി. അതൊന്നും വേണ്ട എന്നല്ല പറയുന്നത്. കർത്താവിൽ ആശ്രയിക്കുന്ന ഒരു ദൈവ പൈതലിന് ആ സാന്നിധ്യം നൽകുന്ന ധൈര്യം, ആശ്വാസം, പ്രത്യാശ ഒന്ന് വലുതാണ്. വീണ്ടും പ്രാർത്ഥനയോടെ നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് നമ്മളായിരിക്കുമ്പോൾ നമ്മുടെ പ്രിയ സഹോദരി ബ്ലെസി ജിനു നമുക്ക് വേണ്ടി ശബ്ദമുയർത്തി ഈ ആരാധനയെ തുടർന്നുള്ള അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. നമുക്ക് എല്ലാവർക്കും കണ്ണുകളെ ദൈവസന്നിധിയിൽ അടയ്ക്കാം. പരിശുദ്ധനും സ്നേഹവാനുമായ ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, ഹല്ലേലൂയ. ഈ അനുഗ്രഹിക്കപ്പെട്ട ഞായറാഴ്ച പകലിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന സ്തുതിക്കുന്ന കർത്താവേ, ഹല്ലേലൂയ. ആഴ്ചവട്ടത്തിൻ്റെ ഒന്നാം നാൾ ഞങ്ങളുടെ ആദ്യ പിതാക്കന്മാർ അങ്ങേ സത്യത്തിലും ആത്മാവിലും ആരാധിച്ച പ്രകാരം കർത്താവെ ഞങ്ങൾക്ക് സഭയായി വിവിധ ഭവനങ്ങളെങ്കിലും ഓൺലൈൻ സർവീസിലൂടെ ഒരുമിച്ച് അങ്ങേ ആരാധിപ്പാൻ, അങ്ങേ സ്തുതിപ്പാൻ കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുക്കി തന്ന നല്ല അവസരത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന സ്തുതിക്കുന്ന കർത്താവെ, കഴിഞ്ഞ ആഴ്ചവട്ടത്തിൻ്റെ ദിനങ്ങളൊക്കെയും കർത്താവെ അവിടെ ഞങ്ങളെ ഭദ്രമായി കാത്തു പരിപാലിച്ചല്ല കർത്താവെ. ആപത്തുകൾ, അനർത്ഥങ്ങൾ, രോഗങ്ങൾ, ദുഃഖങ്ങളൊക്കെ നിറയപ്പെട്ട ഈ ലോകത്തിൽ കർത്താവെ ഞങ്ങൾ എണ്ണത്തിൽ ഒന്നുപോലും കുറഞ്ഞു പോകാതെ കർത്താവെ, ഹല്ലേലൂയ, ഇന്ന് പകൽക്കാലം ഒരുമിച്ച് അങ്ങേ സ്തുതിപ്പാൻ കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുക്കി തന്ന നല്ല അവസരത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന സ്തുതിക്കുന്ന കർത്താവെ, ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം കർത്താവെ ഇന്നത്തെ സഭായോഗത്തിന് അനുഗ്രഹത്തിനായി ഞങ്ങൾ ഒരുമിച്ച് അങ്ങയോട് പ്രാർത്ഥിക്കുന്ന കർത്താവെ, എൻ്റെ പച്ച, ഹല്ലേലൂയ. അനുഗ്രഹപ്പെട്ട ഗാനങ്ങൾ പാടി അങ്ങേ സ്തുതിപ്പാൻ കർത്താവെ, ഹല്ലേലൂയ, അവിടെ കൃപ ചെയ്തല്ലോ കർത്താവെ, ഹല്ലേലൂയ. തുടർന്നുള്ള ശുശ്രൂഷകളുടെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുന്ന കർത്താവെ, വചനത്തിൽ നിന്ന് കർത്താവെ ഞങ്ങളോട് സംസാരിക്കുന്ന അങ്ങയുടെ ദാസനെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന അവിടുന്ന് അനുഗ്രഹിക്കുമാറാണ് കർത്താവെ, എൻ്റെ പച്ച, ഹല്ലേലൂയ. കർത്താവെ ദൈവവചനത്തിലൂടെ കർത്താവെ ഞങ്ങളുടെ ഓരോ ഹൃദയങ്ങളോട് അവിടുന്ന് വ്യക്തമായി സംസാരിക്കുമാറാണ് കർത്താവെ, എൻ്റെ പച്ച, ഹല്ലേലൂയ. ദൈവവചന കേൾവി ഞങ്ങളുടെ ജീവിതത്തിന് അനുഗ്രഹത്തിൽ വിടുതലിനും കാരണമായി തീരുവാൻ കർത്താവെ ഞങ്ങൾ ആത്മീയമായി ബലം പ്രാപിപ്പാൻ, ചൈതന്യം പ്രാപിപ്പാൻ ദൈവമേ ഞങ്ങൾക്ക് കൃപ ചെയ്യുമാറാണ് കർത്താവെ, എൻ്റെ പച്ച, ഹല്ലേലൂയ. കർത്താവ് ഒരു പ്രാവശ്യം കൂടെ ഇന്നത്തെ സഭായോഗത്തിൽ മുറ്റുമായി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, എൻ്റെ പച്ച, ഹല്ലേലൂയ. ആദ്യോട് അന്തം കർത്താവെ, ഹല്ലേലൂയ, പരിശുദ്ധാത്മ നിറവിൽ ഞങ്ങളെ ഇരുത്തുമാറാണ് കർത്താവെ, ഹല്ലേലൂയ. പ്രാർത്ഥന യാചനകളും കേട്ട കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം. സകലവും ഞങ്ങൾക്ക് വേണ്ടി ജീവൻ അർപ്പിച്ച യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. ആ പ്രാർത്ഥന കേട്ട് കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് തുടർന്ന് ഒരു സങ്കീർത്തന ഭാഗം വായിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. നമുക്ക് ഒരുമിച്ച് വായിക്കാം. 66 സങ്കീർത്തനം, Psalms 66. Can we all please stand to our feet? Let's read it together. നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ 66 സങ്കീർത്തനം വായിക്കുവാനുള്ള സമയമാണ്. ഇപ്പോൾ നമ്മുടെ പ്രിയ സഹോദരൻ എച്ചുക്കായിൽ നിന്ന് ബ്രദർ സുജു വി ജോസ് അത് വായിച്ച് നമ്മെ സഹായിക്കും. തന്നോട് ചേർന്ന് നമുക്കും വായിക്കാം. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ഒരുമിച്ച് സങ്കീർത്തനം 66 വായിക്കാം. Psalms 66. Psalms 66. സർവഭൂമിയുമായുള്ളവയെ ദൈവത്തിന് ഘോഷിപ്പിൻ, അവൻ്റെ നാമത്തിൻ്റെ മഹത്വം കീർത്തിപ്പിൻ, അവൻ്റെ സ്തുതി മഹത്വീകരിപ്പിൻ. നിന്റെ പ്രവൃത്തികൾ എത്ര ഭയങ്കരം! നിന്റെ ശക്തിയുടെ വലുപ്പത്താൽ ശത്രുക്കൾ നിനക്ക് കീഴടങ്ങും. സർവഭൂമിയും നിന്നെ നമസ്കരിച്ച് പാടും, അവർ നിന്റെ നാമത്തിന് കീർത്തനം പാടും എന്നിങ്ങനെ ദൈവത്തോട് പറവിൻ. വന്ന് ദൈവത്തിന്റെ പ്രവൃത്തികളെ നോക്കുവിൻ. അവൻ മനുഷ്യപുത്രന്മാരോടുള്ള തന്റെ പ്രവൃത്തിയിൽ ഭയങ്കരൻ. അവൻ സമുദ്രത്തെ ഉണങ്ങിയ നിലമാക്കി, അവർ കാൽനടയായി നദി കടന്നുപോയി. അവിടെ നാം അവനിൽ സന്തോഷിച്ചു. അവൻ തന്റെ ശക്തിയാൽ എന്നേക്കും വാഴുന്നു. അവന്റെ കണ്ണ് ജാതികളെ നോക്കുന്നു. മത്സരക്കാർ തങ്ങളെ തന്നെ ഉയർത്തരുതേ. വംശങ്ങളെ നമ്മുടെ ദൈവത്തെ വാഴ്ത്തുവിൻ. അവന്റെ സ്തുതിയെ ഉച്ചത്തിൽ കേൾപ്പിപ്പിൻ. അവൻ നമ്മെ ജീവനോടെ കാക്കുന്നു.
നമ്മുടെ കാലടികൾ വഴുതുവാൻ സമ്മതിക്കുന്നതുമില്ല. ദൈവമേ, നീ ഞങ്ങളെ പരിശോധിച്ചിരിക്കുന്നു. വെള്ളി ഊതി കഴിക്കും പോലെ നീ ഞങ്ങളെ ഊതി കഴിച്ചിരിക്കുന്നു. നീ ഞങ്ങളെ വലയിൽ അകപ്പെടുത്തി ഞങ്ങളുടെ മുതുകത്തെ ഒരു വലിയ ഭാരം വെച്ചിരിക്കുന്നു. നീ മനുഷ്യരെ ഞങ്ങളുടെ തലമേൽ കയറി ഓടിക്കുമാറാക്കി. ഞങ്ങൾ തീയിലും വെള്ളത്തിലും കൂടി കടക്കേണ്ടി വന്നു. എങ്കിലും നീ ഞങ്ങളെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. ഞാൻ ഹോമയാഗങ്ങളും കൊണ്ട് നിന്റെ ആലയത്തിലേക്ക് വരും. എൻ്റെ നേർച്ചകളെ ഞാൻ നിനക്ക് കഴിക്കും. ഞാൻ കഷ്ടത്തിലായിരുന്നപ്പോൾ അവയെ എൻ്റെ അധരങ്ങളാൽ ഉച്ചരിച്ചു. എൻ്റെ വായാൽ നേർന്നു. ഞാൻ ആട്ടുകൊറ്റന്മാരുടെ സൗരഭ്യ വാസനയോടുകൂടെ തടുപ്പിച്ച മൃഗങ്ങളെ നിനക്ക് ഹോമയാഗം കഴിക്കും. ഞാൻ കാളകളെയും കോലാട്ടുകൊറ്റന്മാരെയും അർപ്പിക്കും. സകല ഭക്തന്മാരുമായുള്ളവരെ വന്ന് കേൾപ്പിൻ. അവൻ എൻ്റെ പ്രാണന് വേണ്ടി ചെയ്തത് ഞാൻ വിവരിക്കാം. ഞാൻ എൻ്റെ വായ കൊണ്ട് അവനോട് നിലവിളിച്ചു. എൻ്റെ നാവിന്മേൽ അവൻ്റെ പുകഴ്ച ഉണ്ടായിരുന്നു. ഞാൻ എൻ്റെ ഹൃദയത്തിൽ അകൃത്യം കരുതിയിരുന്നുവെങ്കിൽ കർത്താവ് കേൾക്കുകയില്ലായിരുന്നു. എന്നാൽ ദൈവം കേട്ടിരിക്കുന്നു. എൻ്റെ പ്രാർത്ഥനാ ശബ്ദം ശ്രദ്ധിച്ചിരിക്കുന്നു. എൻ്റെ പ്രാർത്ഥന തള്ളിക്കളയാതെയും തൻ്റെ ദയ എങ്കിൽ നിന്ന് എടുത്തു കളയാതെയും ഇരിക്കുന്ന ദൈവം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഹല്ലേലൂയ. നമ്മൾക്ക് ഒരുമിച്ച് വിശുദ്ധ കരമൊരുത്തി ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രിയ സഹോദരൻ സുജു വി ജോസിനോടുള്ള നന്ദി ഈ സമയത്ത് അറിയിക്കുന്നു. പ്രിയതേ മകളെ, നമുക്ക് പ്രാർത്ഥനയോടെ പിന്നെയും ദൈവ സന്നിധിയിലായിരിക്കാം. ലൈഫ് സ്പ്രിംഗ് ചർച്ചിൻ്റെ ഓൺലൈൻ ആരാധനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും, വിശേഷാൽ കർത്താവദാസൻ NC ആൻഡ്രൂസ് അവറുകൾക്കും സ്വാഗതവും ഹൃദയംഗമായി നന്ദിയും ഈ സമയത്ത് അറിയിക്കുകയാണ്. നമുക്ക് പ്രാർത്ഥനയോടെ ദൈവമുഖത്തേക്ക് നോക്കാം. നാം ബാലറായിട്ടുള്ള ദൈവസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. HUKയിലുള്ള നമ്മുടെ പ്രിയ സഭയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു. ദൈവം അവരെ ബലത്തോടെ ശക്തിയോടെ നയിക്കട്ടെ. പുതിയ ആത്മാക്കളെ കൊടുത്ത് ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ. എല്ലാവിധ ഉദവികളും അവർ കൊടുക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് പകലിൽ നമുക്ക് ദൈവസന്നിധിയിലായിരുന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ കഴിയുന്നല്ലോ. അതോടെ ദൈവത്തെ സ്തുതിക്കുകയാണ്. കഴിഞ്ഞ 8 മാസം, ഇന്നേക്ക് 8 മാസത്തോളം നാം ഇതുപോലെ ഓൺലൈനായി ആരാധനയിലായിരുന്നു. മാർച്ച്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ മാർച്ച് 22-ാം തീയതി ആണ് നമ്മൾ ഇങ്ങനെ ഓൺലൈനായി ആരാധന തുടങ്ങിയത് എന്നാണ്. അതുകൊണ്ട് കഴിഞ്ഞ 8 മാസക്കാലം ദൈവം നമ്മെ ക്ഷേമമായി പരിപാലിച്ചല്ലോ. ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ഇതിൻ്റെ പിന്നിൽ ഒത്തിരി പ്രാർത്ഥിക്കുന്ന, ഒത്തിരി അധ്വാനിക്കുന്ന, ഒത്തിരി സമയം ചെലവഴിക്കുന്ന, വളരെ ത്യാഗം സഹിക്കുന്ന ദൈവമക്കളുണ്ട്. അവരെല്ലാം അവർ ദൈവത്തെ സ്തുതിക്കുകയാണ്. നമ്മുടെ പ്രിയ വർഷിപ്പ് ടീമിലുള്ള സഹോദരങ്ങൾ, നമ്മുടെ IT മീഡിയ ടീമിലുള്ള സഹോദരങ്ങൾ, മറ്റ് ദൈവദാസന്മാർ എല്ലാവരും ഇതിൻ്റെ പിന്നിൽ ദൈവത്തോടുള്ള സ്നേഹം നിമിത്തം, ദൈവത്തോടുള്ള കടപ്പാട് നിമിത്തം അവർ തങ്ങളെ തന്നെ ദൈവ വേലയ്ക്കായി ഏൽപ്പിക്കുവാൻ ഇടയായി തീർന്നു. അതുകൊണ്ട് തന്നെ അനുഗ്രഹീയമായ നിലയിൽ നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ദൈവത്തെ ആരാധിപ്പാൻ ദൈവം നമ്മെ സഹായിച്ചു കൊണ്ടിരുന്നു. അടുത്തയാഴ്ച നമുക്കറിയാം, നാം നേരത്തെ അനൗൺസ് ചെയ്തതുപോലെ, കഴിഞ്ഞ ആഴ്ചയിൽ അനൗൺസ് ചെയ്തതുപോലെ നമ്മുടെ ആരാധന 8:45 തുടങ്ങുന്നതായിരിക്കും. 8:45 നമ്മുടെ ആരാധന തുടങ്ങുന്നതായിരിക്കും. കാരണം കൃത്യം 10:30 മുമ്പേ തന്നെ നമ്മുടെ മലയാളം ആരാധനയെ നിർത്തിയ ശേഷം ഇംഗ്ലീഷ് ആരാധന തുടങ്ങിയ അതിനുള്ള ക്രമീകരണങ്ങൾ തുടങ്ങേണ്ടതായിട്ടുണ്ട്. കഴിഞ്ഞ അല്ലെങ്കിൽ ഈ ആഴ്ച വരെ ചെയ്തതിൽ നിന്ന് വ്യത്യസ്തമായ അനുഭവത്തിലായിരിക്കും അടുത്ത ആഴ്ചയിൽ നമ്മൾ ആരാധനയിലായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആ ചെറിയ വ്യത്യാസം വന്നിരിക്കുന്നത്. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഞാൻ പല ലിവിങ് റൂമിൽ നിന്ന് കഴിഞ്ഞ 8 മാസം നിങ്ങളുമായി ആരാധനയിൽ ചേരുവാടിയായി തീർന്നു. അടുത്ത ആഴ്ച മുതൽ ഞങ്ങളുടെ സ്വന്തം ഭവനത്തിൽ നിങ്ങളുമായി ആരാധിപ്പാനായി ആഗ്രഹിക്കുന്നു. ദൈവം സഹായിക്കട്ടെ. ദൈവത്തിൻ്റെ കൃപ പിന്നെയും നമ്മുടെ മേൽ പകരപ്പെടുമാറാകട്ടെ. ഇവിടെ നമ്മൾ വായിച്ച സങ്കീർത്തനത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിൻ്റെ ദാസൻ NC ആൻഡ്രൂസ് അവറുകൾ നമ്മോട് ദൈവത്തിൽ നിന്ന് സംസാരിക്കുവാനുണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ പ്രാരംഭത്തിൽ ഒരു വാക്യം മാത്രം ഓർപ്പിച്ച് നിർത്തുവാനായി താല്പര്യപ്പെടുകയാണ്. അത് 66-ാം സങ്കീർത്തനം 9-ാം വാക്യം, അതിൻ്റെ 16 അതിനോട് ചേർന്ന് ഒന്ന് വായിക്കാനായി താല്പര്യപ്പെടുകയാണ്. 9-ാം വാക്യത്തിൽ ഇങ്ങനെയാണെന്നത്: അവൻ നമ്മെ ജീവനോടെ കാക്കുന്നു, നമ്മുടെ കാലടികൾ വഴുതുവാൻ സമ്മതിക്കുന്നതുമില്ല. നമ്മുടെ ഓരോരുത്തരുടെയും സാക്ഷ്യമാണത്. അവൻ എന്തേ ചെയ്യുന്നത്? അവൻ എന്നെ ജീവനോടെ കാക്കുന്നു.
മക്കളെ, ഈ ഭൂമിയുടെ പരപ്പിൽ ജീവനോടെ ആയിരിക്കാൻ കഴിയുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അത് ദൈവത്തിൻ്റെ കൃപയാണ്. പലപ്പോഴും നമ്മൾ മറന്നു പോവുകയാണ്, പലപ്പോഴും നമ്മൾ അത് വിസ്മരിക്കുകയാണ്. കാരണം നമ്മളെല്ലാ ദിവസവും നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്നു, നമ്മുടെ കാര്യങ്ങൾ ചെയ്യുന്നു, നാം വൈകുന്നേരം ഉറങ്ങുവാൻ പോകുന്നു. അങ്ങനെ എല്ലാ കാര്യങ്ങളും ചിലപ്പോൾ അല്ലലില്ലാതൊക്കെ പോകുന്നത് കൊണ്ട് നമ്മൾ മറക്കാറുണ്ട്. എന്നാൽ ഇന്ന് പകലിൽ നമ്മൾ ഒന്ന് അത് അക്നോളജ് ചെയ്യണം. ഇവിടെ ഒരു വാക്യത്തിൽ പറയുന്നുണ്ട്, വളരെ വളരെ ചിന്തനീയമായൊരു ഒരു വിഷയം. ദൈവത്തോട് പറവീൻ എന്ന് പറയുന്നുണ്ട്. ദൈവത്തോട് പറവീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിലുള്ള നന്ദി, നമുക്കുള്ള പ്രാർത്ഥനാ വിഷയങ്ങൾ നമ്മൾ ഹൃദയത്തിൽ മാത്രം വയ്ക്കുകയല്ല, ദൈവത്തോടുള്ള സ്തോത്രം, സ്തുതി അത് നമ്മൾ പറയണം, അത് നമ്മൾ പ്രകടിപ്പിക്കണം, അത് ശബ്ദങ്ങളാൽ ദൈവത്തെ അറിയിക്കണം, ദൈവത്തോട് പറയണം. കർത്താവേ, എൻ്റെ ജീവനെ ഇത്രത്തോളം കാത്തതിനാൽ നന്ദി. കഴിഞ്ഞ 8 മാസക്കാലം നമ്മൾ വലിയ ഈ വ്യാധിയുടെ അനുഭവത്തിലൂടെ കടന്നുപോയി. ദൈവത്തിൻ്റെ കൃപയാൽ ഈ ദേശത്ത് ദൈവം വലിയ വിടുതലുകളും വ്യത്യാസങ്ങളും തന്നു. നമ്മുടെ മാതൃദേശത്ത് നമ്മുടെ മാതാപിതാക്കന്മാർ, സഹോദരങ്ങൾ ഉള്ളിടത്ത് മറ്റു പല രാജ്യങ്ങളിൽ വിഷയം ഗുരുതരമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അവരെ എല്ലാം പരിപാലിക്കുന്ന, നമ്മെ പരിപാലിക്കുന്ന ദൈവത്തിന് നാം നന്ദി കരയറ്റണം. അതുമാത്രമല്ല, ആ വാക്യത്തിൻ്റെ 2ാം ഭാഗത്ത് നമ്മൾ കാണുന്നത് നമ്മുടെ കാലടികൾ വഴുതുവാൻ അവർ സമ്മതിക്കുന്നില്ല. നമ്മുടെ കാലടികൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു പൊസിഷനെ കാണിക്കുന്നത്, നമ്മൾ നിൽക്കുന്ന ഒരിടമാണ് കാണിക്കുന്നത്, നാം ആയിരിക്കുന്ന ഒരവസ്ഥയാണത് കാണിക്കുന്നത്. കാലടികൾ അല്ലെങ്കിൽ നമ്മളായിരിക്കുന്ന അവസ്ഥ മാത്രമല്ല, നമ്മുടെ ഗമനം, നമ്മുടെ മുന്നോട്ടുള്ള പോക്ക്, നമ്മൾ സഞ്ചരിക്കുന്ന ആ ദിശ, അതിനെയൊക്കെയാണ് കാണിക്കുന്നത്. ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുകയാണ്, അത് വഴുതുവാൻ, അത് മാറിപ്പോകുവാൻ ദൈവം എന്ത് ചെയ്തിട്ടില്ല? ദൈവം സമ്മതിക്കുന്നതുമില്ല. ദൈവം സമ്മതിക്കാത്തത് കൊണ്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ദൈവം സമ്മതിക്കുന്നത് കൊണ്ടാണ് ഞാൻ സഞ്ചരിക്കുന്ന പാതയിൽ നിന്ന് ഞാൻ വീണു പോകാത്തത്, വഴുതിപ്പോകാത്തത്. അങ്ങനെയാണെങ്കിൽ ദൈവമക്കളെ, നമുക്ക് പറയാൻ കഴിയും, ഇത്രത്തോളം എന്തെങ്കിലും ഒരു സ്റ്റെബിലിറ്റി നമുക്കുണ്ടായിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു സ്ഥിരത നമുക്കുണ്ടെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ കാര്യങ്ങളെല്ലാം ക്രമാനുഗതമായി നല്ല അനുഭവത്തിൽ മുന്നോട്ട് പോകുന്നെങ്കിൽ അതിന് ഒറ്റ കാരണമേ ഉള്ളൂ, ആ ദൈവത്തിൻ്റെ വലിയ ഫേവർ, ദൈവത്തിൻ്റെ വലിയ കൃപ നമ്മുടെ മേൽ ഉള്ളത് കൊണ്ടാണ്. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ 16-ാം വാക്യത്തിൽ വന്ന് പറയുന്നത്, സകല ഭക്തന്മാരുമായുള്ളവരെ വന്നു കേൾക്കിപ്പീൻ. അവരോട് പറയുകയാണ്, വന്ന് കേൾക്ക്, ഞാൻ നിങ്ങളോട് പറയാം എന്താ ദൈവം ഞങ്ങൾക്ക് വേണ്ടി ചെയ്തത്, അവൻ എൻ്റെ പ്രാണന് വേണ്ടി ചെയ്തത് ഞാൻ വിവരിക്കാം. പ്രിയതമകളെ, ഈ ദിവസങ്ങളിൽ മറ്റുള്ളവരോട് പറയണം, നിങ്ങൾ വന്ന് കേൾക്ക്, അവൻ എൻ്റെ പ്രാണന് വേണ്ടി, അവൻ എൻ്റെ ജീവന് വേണ്ടി, അവൻ എൻ്റെ കുടുംബത്തിന് വേണ്ടി, അവൻ എൻ്റെ സഭയ്ക്ക് വേണ്ടി, അവൻ എൻ്റെ ദേശത്തിന് വേണ്ടി ചെയ്തത് ഞാൻ വിവരിക്കാം. ഇന്ന് പകൽ ആ ഒരു ഉത്തരവാദിത്വവും നമുക്കുണ്ട്. ദൈവം നമ്മുടെ നിലവിളി കേട്ട് നമ്മുടെ പ്രാണനെ കാത്തു, നമ്മുടെ കാലുകൾ വഴുതിപ്പോകാൻ സമ്മതിച്ചില്ല. ദൈവം നമുക്ക് സ്ഥിരത തന്ന് ദൈവം നമ്മെ നടത്തുന്നു. അപ്പോൾ തന്നെ നമുക്കൊരു ചുമതല ഉള്ളതെന്താണ്? മറ്റുള്ളവരോട് ദൈവം ചെയ്ത ഉപകാരത്തെക്കുറിച്ച്, ദൈവം നമ്മെ വിടുവിച്ച വിടുതലിനെക്കുറിച്ച്, ദൈവം നമ്മെ നടത്തിയ വഴികളെക്കുറിച്ച് എന്ത് ചെയ്യണം? നമ്മൾ പറയണം. അങ്ങനെ പറയുമ്പോൾ ദൈവത്തിൻ്റെ അധികം കൃപ നമ്മുടെ മേൽ വ്യാപരിക്കുമെന്നുള്ളതിന് 2 പക്ഷമില്ല. ദൈവം അതിനായി നമ്മെ ബലപ്പെടുത്തട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാനിവിടെ ചുരുക്കുകയാണ്. പ്രിയതമകളെ, ഇന്ന് പകലിൽ ദൈവത്തെ സ്തുതിപ്പാൻ നമുക്ക് ഒത്തിരി വകയുണ്ട്. അതെല്ലാം ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. നമ്മുടെ പ്രിയ സഹോദരി ജനീന ഓസ്റ്റിന്, ആ കുടുംബത്തിന് ദൈവം ഒരു തലമുറയെ ദാനമായി കൊടുത്തു. അതോർ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഒരു ആൺപൈതലിനെയും കൂടെ ദൈവം കൊടുത്തല്ലോ. ദൈവം ആ കുടുംബത്തെ അനുഗ്രഹിക്കട്ടെ. അവർക്കുള്ള കൺഗ്രാലേഷൻസ്, അവർക്കുള്ള ദൈവത്തിന് എല്ലാ ആശംസകളും ഈ സമയത്ത് അറിയിക്കുകയാണ്. ആ കുഞ്ഞിനെ ദൈവകൃപയിൽ വളർത്തിക്കൊണ്ട് വരുവാൻ ദൈവം ഒരു ബലപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ നാം പ്രാർത്ഥിക്കുന്ന, സ്തോത്രം ചെയ്യുന്ന വിഷയങ്ങൾ പലതുണ്ട്. നമുക്ക് ചില വിടുതലുകൾ നമ്മുടെ ഇടയിൽ നടന്നിട്ടുണ്ട്. അലക്സംഗിളിന് കൊടുത്ത വിടുതലിനായി നമുക്ക് ദൈവത്തോട് നന്ദി പറയാം. മറ്റ് പ്രാർത്ഥനാ വിഷയങ്ങൾ ഞാൻ ഒന്ന് ഓർപ്പിക്കട്ടെ.
നമുക്ക് അതിനുവേണ്ടി ഒരുമിച്ച് പ്രാർത്ഥിക്കാനുള്ള സമയമാണ്. നമ്മുടെ പ്രിയ സഹോദരൻ രഞ്ജി മാത്യു അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. ദൈവ കരങ്ങളിലേക്ക് നമ്മെ സമർപ്പിക്കാം. വിസയോടുള്ള ബന്ധത്തിൽ അല്ലെങ്കിൽ ജോബിനോടുള്ള ബന്ധത്തിലൊക്കെ പല വെല്ലുവിളികൾ നേരിടുന്ന പല പ്രയാസങ്ങളിലായിരിക്കുന്ന സഹോദരങ്ങളുണ്ട്. നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നമ്മൾ വിശ്വാസത്തോടെ സ്തോത്രം ചെയ്യുന്നു. എല്ലാ ആഴ്ചയിൽ സ്തോത്രം ചെയ്യുന്നു. ദൈവം അത് ചെയ്തു കൊടുക്കും എന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. നമുക്ക് ഓരോരുത്തർക്കും ഉറപ്പാണ്. ദൈവത്തിൻ്റെ പ്രവൃത്തി അവർ ജീവിതത്തിൽ വെളിപ്പെടട്ടെ. ശാരീരികമായി ബലഹീനരായിരിക്കുന്ന മറ്റ് സഹോദരന്മാരെ ദൈവം ബലപ്പെടുത്തട്ടെ, ശക്തീകരിക്കട്ടെ, തക്ക സമയത്ത് വിടുതൽ കൊടുക്കട്ടെ. നമുക്കതിനു വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ സാമുവൽ ക്രിസ്തുദാസിൻ്റെ മാതാവ് ബാക്ക് പെയിനിനാൽ ഭാരപ്പെടുന്നു എന്ന അറിയിപ്പ് അടിയായി തീർന്നു. ആ മാതാവിനെ ദൈവം തൊട്ട് സൗഖ്യമാക്കേണ്ടതിനായി പ്രാർത്ഥിക്കാം. അതുപോലെ നമ്മുടെ പ്രിയ തോമസ് മത്തായി അങ്കിൾ, പ്രിയ ചാൾസിൻ്റെ പിതാവിന് ഈ വരുന്ന 30-ാം തീയതി ഒരു ചെറിയൊരു ഓപ്പറേഷൻ, ചെറിയൊരു പ്രൊസീജിയറുണ്ട്. തന്നെ ദൈവം താങ്ങേണ്ടതിനായി, വിടുവിക്കേണ്ടതിനായി പ്രാർത്ഥിക്കാം. നമ്മുടെ ഹാനമോളയോട് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവം വിശ്വസ്തനാണ്. ഒരു കാര്യം എന്നോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നത്, ദൈവം അത് ഓൾറെഡി ഏറ്റെടുത്തിരിക്കുകയാണ്. ദൈവം അത് ഓൾറെഡി അത് തന്നെ ആ ഫയൽ ദൈവം എടുത്തിരിക്കുകയാണ്. ദൈവത്തിൻ്റെ പ്രവൃത്തി അവിടെ നടക്കുന്നത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. അതുപോലെ തന്നെ നമുക്ക് അടുത്ത 7 ദിവസം, നാളെ മുതൽ ഞായറാഴ്ച വരെ നാം ഉപവാസത്തോടെ പ്രാർത്ഥനയോടുകൂടി ആയിരിക്കാൻ താല്പര്യപ്പെടുന്നു. പെട്ടെന്ന് എന്തേ ഇങ്ങനെ ഒരു 7 ദിവസം ഉപവാസ പ്രാർത്ഥനയെ എന്ന് ഒരു പക്ഷേ നിങ്ങൾ ചിന്തിച്ചിരിക്കുക. ദൈവസേന ഇരിക്കുന്നതിന് നമുക്ക് പരിമിതികൾ വല്ലതും ഉണ്ടോ? ഒരു ആത്മപ്രേരണയുള്ളത് കൊണ്ട് ദൈവസേന ഇരിക്കുവാൻ ഒരു തീരുമാനം എടുത്തിരിക്കുകയാണ്. അനൗൺസ്മെൻറ്റിൽ നമുക്കത് കേൾക്കാൻ കഴിയും. അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ, അതിൻ്റെ ഫ്ലയറുകൾ ഒക്കെ നമുക്ക് കാണാൻ കഴിയും. ദൈവം നമ്മെ സഹായിക്കട്ടെ. മാത്രമല്ല, നമുക്ക് എടുക്കാൻ പോകുന്ന ഓഫറിങ്, അതിനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ദൈവം നിങ്ങളുടെ കരങ്ങളെ, നിങ്ങളുടെ എല്ലാ അനുഭവങ്ങളെയും ബലപ്പെടുത്തുന്നല്ലോ. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. നമ്മുടെ അനൗൺസ്മെൻറ്റ് നടക്കുന്ന സമയത്താണല്ലോ നമ്മൾ ഓഫറിങ് എടുക്കുന്നത്. നമുക്ക് അവസാനമായി ലഭിക്കുന്ന ദൈവവചനത്തിനായി കർത്താവിദാസൻ പാസ്റ്റർ NC ആൻഡ്രൂസിനായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവം അവരെ സഹായിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ മറ്റ് സ്തോത്രത്തിനുള്ള വിഷയം എന്ന് പറയുന്നത് ബർത്ത്ഡേയ്സ് ആണ്. നമ്മുടെ പ്രിയ കുഞ്ഞുങ്ങളും സഹോദരങ്ങളും അത് പറഞ്ഞില്ലല്ലോ എന്ന് ചിന്തിക്കുകയാണ്. ദൈവം മറന്നിട്ടില്ല. ദൈവം നമ്മെ സഹായിക്കട്ടെ. കെസിയ പ്രദീപ്, ഹാപ്പി ബർത്ത്ഡേ, മേ ഗോഡ് ബ്ലെസ് യു, ഹാവ് എ വണ്ടർഫുൾ ഡേ. ഡബോറ റജി, ഹാപ്പി ബർത്ത്ഡേ, മേ ഗോഡ് ബ്ലെസ് യു. ബെറ്റ്സി സാബു തോമസ്, പ്രിയ ബെറ്റ്സി, ഹാപ്പി ബർത്ത്ഡേ. ദൈവം ഈ പുതുവർഷം അനുഗ്രഹമാക്കി തീർക്കട്ടെ. നെയ്തൻ തോമസ്, ഹാപ്പി ബർത്ത്ഡേ, മേ ഗോഡ് ബ്ലെസ് യു. അതുപോലെ റീനി റഞ്ജി, കഴിഞ്ഞ ആഴ്ചയിൽ പ്രിയ സഹോദരിയുടെ ബർത്ത്ഡേ ആയിരുന്നു. പ്രിയ സഹോദരിയെ ദൈവം അനുഗ്രഹിക്കട്ടെ. അതുപോലെ നമ്മുടെ പ്രിയ സഹോദരൻ സോണി ജോൺ, അവരുടെ ബർത്ത്ഡേ ആണ്. ഇവരോടെല്ലാവരോടും പ്രത്യേകമായ ദൈവസഭയുടെ ആശംസകൾ അല്ലെങ്കിൽ ദൈവസഭയുടെ ബർത്ത്ഡേ വിഷസ് ഈ സമയത്ത് എല്ലാവർക്കും വേണ്ടി ഞാനിപ്പോൾ അറിയിക്കുന്നു. അതുപോലെ വെഡിങ് ആനിവേഴ്സറി ഉള്ള 2 കുടുംബങ്ങളുണ്ട്. പ്രിയ ബിനിച്ചാനും ബ്ലസ്മാമയും, അവർ വെഡിങ് ആനിവേഴ്സറി ഇന്ന് അവർ വെഡിങ് ആനിവേഴ്സറിയാണ്. ദൈവം അവരെ സഹായിക്കട്ടെ. ദൈവം അവരുടെ കുടുംബജീവിതം അനുഗ്രഹമാക്കി തീർക്കട്ടെ. നമ്മുടെ പ്രിയ സഹോദരൻ പ്രിൻസ് ജേക്കബിൻ്റെയും പ്രിയ അനു പ്രിൻസിൻ്റെയും അവരുടെ വെഡിങ് ആനിവേഴ്സറിയാണ് ഈ ആഴ്ചയിൽ. ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ, കുടുംബമായി സഹായിക്കട്ടെ. കർത്താവിന് വേണ്ടി അധികം പ്രയോജനപ്പെടുവാൻ ദൈവം അവരെ ഉപയോഗിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ വിഷയങ്ങളെല്ലാം ഓർത്ത് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ പ്രിയ സഹോദരൻ രഞ്ജി മാത്യു ശബ്ദമുയർത്തി ഈ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിപ്പാൻ ദൈവം സഹായിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവെ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. ഞായറാഴ്ച രാവിലെ സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ഹല്ലേലൂയ. കർത്താവെ, സഭയായി ഞങ്ങൾക്ക് കൂടി വരുവാനും കർത്താവെ നിന്റെ നാമം ഉയർത്താൻ തക്കുന്ന വലിയ കൃപയ്ക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഈ നല്ല ഞായറാഴ്ച രാവിലെ സമയത്തിനായി കർത്താവെ തന്ന നല്ല ആരാധനയ്ക്കായി ഹല്ലേലൂയ, സങ്കീർത്തന വചനങ്ങൾക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. കർത്താവെ, മധ്യസ്ഥ പ്രാർത്ഥനയായി കർത്താവെ ഹല്ലേലൂയ, സഭയുടെ വിഷയങ്ങളെല്ലാം നിന്റെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. പ്രത്യേകമായി കർത്താവെ, സഭയിൽ ഹല്ലേലൂയ ബർത്ത്ഡേ
ആഘോഷിക്കുന്ന ഓരോ മക്കളെ ഞങ്ങൾ ഓർത്ത് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, പ്രത്യേകമായി ഖസിയ പ്രദീപ്, ഹല്ലേലൂയ, ഡെബോറ റെജി, ഹല്ലേലൂയ, ബെറ്റ്സി സൂസൻ, സാബു, നെയ്തൻ തോമസ്, ഹല്ലേലൂയ, സിസ്റ്റർ റീനിയും ബ്രദർ സോണിക്ക് വേണ്ടി ഞങ്ങൾ പ്രത്യേകമായി ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഒരു വർഷം കൂടെ അവർ ജീവിതത്തിൽ നീ അനുഗ്രഹിച്ചു കൊടുത്തിരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ, അനുഗ്രഹിക്കണമേ, മാനിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, അവർ മുമ്പോട്ടുള്ള ജീവിതത്തിൽ അവരുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും കർത്താവെ നീ മാനിക്കണമേ. ഹല്ലേലൂയ, എല്ലാ നന്മകളാലും അനുഗ്രഹങ്ങളാലും നീ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഹല്ലേലൂയ, പ്രത്യേകമായ കർത്താവെ, ഹല്ലേലൂയ, ഇന്ന് വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്ന കർത്താവെ, ബ്രദർ ബിനുവിനും സിസ്റ്ററിനെ ഞങ്ങൾ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നത്. അതുപോലെ തന്നെ ഹല്ലേലൂയ, പ്രിൻസ് ബ്രദർ ആൻഡ് സിസ്റ്ററിനെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ, കുടുംബമായ കർത്താവെ, സഭയ്ക്ക് അനുഗ്രഹമായി നീ നിർത്തിയിരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ, ഇനി അനുഗ്രഹിക്കണമേ, മാനിക്കണമേ, ശക്തിപ്പെടുത്തണമേ, ബലപ്പെടുത്തണമേ. കുടുംബമായ അവരുടെ ആവശ്യങ്ങളെ ആഗ്രഹങ്ങളെ നീ മാനിക്കണമേ കർത്താവെ, എല്ലാവരും നന്മകളാൽ നിറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ, എൻ്റെ കർത്താവെ, സഭയായ കർത്താവെ, ഞങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്ന പ്രാർത്ഥന വിഷയങ്ങൾ സന്നിധി ഞങ്ങൾ സ്വത്വത്തോട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന പച്ച. ഹല്ലേലൂയ, പ്രത്യേകമായ കർത്താവെ, വിഷയങ്ങളാലും ഹല്ലേലൂയ കർത്താവെ, സാമ്പത്തിക ഞെരുക്കത്തിലായിരിക്കുന്ന ഓരോ മക്കളെ ഞങ്ങൾ ഓർത്ത് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഓരോ ആവശ്യങ്ങൾ നീ നന്നായി അറിയുന്ന കർത്താവെ, എല്ലാ നല്ല ആഗ്രഹങ്ങളെ സഹായിച്ചു കൊടുക്കുന്ന എൻ്റെ കർത്താവെ, നിൻ്റെ സന്നിധിയിൽ ഞങ്ങൾ സ്തോത്രത്തോട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവെ, അവരുടെ ജീവിതത്തിന്മേലൊരു വിടുതൽ നീ കൽപ്പിച്ചിരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ. അതുപോലെ തന്നെ കർത്താവെ, ഞങ്ങൾ VCA എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഹല്ലേലൂയ ഞങ്ങളുടെ മക്കളെ ഓർത്ത് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, അവർ ഈ കഴിഞ്ഞ വർഷങ്ങളിൽ കർത്താവെ ഇട്ടിരിക്കുന്ന സകല എഫേർട്സിനും കർത്താവെ നല്ല 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 റിസൾട്ട്സ് നീ ഈ ദിവസം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, അവർ പ്രിപ്പയർ ചെയ്യുമ്പോഴും കർത്താവെ, അവർ എഴുതുമ്പോഴും കർത്താവെ, നല്ല 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 അനുഗ്രഹത്താൽ നീ അനുഗ്രഹിക്കണമേ. നിന്റെ സാന്നിധ്യം രുചിച്ചറിയുവാനും സന്തോഷത്തോടും സമാധാനത്തോടും ആയിരിക്കും എന്നൊക്കെ കർത്താവെ നീ കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഹല്ലേലൂയ കർത്താവെ, നിമിഷം കർത്താവെ, സഭ ഹല്ലേലൂയ ഒരുങ്ങുന്ന 7 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഞങ്ങൾ ഓർത്ത് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ശുശ്രൂഷയെ നീ മാനിക്കണമേ. ഓരോ വ്യക്തി ജീവിതങ്ങൾക്കും അതിനുവേണ്ടി ഒരുങ്ങുവാനും കർത്താവെ, നിന്നിൽ നിന്ന് പ്രാപിക്കാനുള്ള മനസാന്നിധ്യം ഒരുക്കുവാൻ തക്കോണം കർത്താവെ നീ കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഹല്ലേലൂയ കർത്താവെ, അതിനുവേണ്ടി ഒരുങ്ങുന്ന ഓരോ ശുശ്രൂഷകരെ ഓർത്ത് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഞങ്ങൾക്ക് വേണ്ടതായിട്ടുള്ള ഹല്ലേലൂയ ആത്മീയ മന്ന ലഭിക്കുവാൻ തക്കോണം കർത്താവെ നീ അവരുടെ ഉള്ളിൽ കർത്താവെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നിന്റെ ഹിതം അവരുടെ ഉള്ളിൽ വെളിപ്പെടുത്തി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. നല്ല ഹല്ലേലൂയ നല്ല ശുശ്രൂഷകളെ കൊടുത്ത് മാനിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഹല്ലേലൂയ കർത്താവെ, ഈ നിമിഷം കർത്താവെ, ഞങ്ങൾ രോഗത്തിലും പ്രയാസത്തിലായിരിക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഹല്ലേലൂയ, പ്രത്യേകമായ കർത്താവെ, ഞങ്ങൾ എക്സ്പെക്ടിങ് സിസ്റ്റേഴ്സിനെ ഓർത്ത് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, തക്ക സമയത്ത് നല്ല വിടുതൽ കൊടുത്ത് നീ അനുഗ്രഹിക്കണമേ, മാനിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഹല്ലേലൂയ, ഈ നിമിഷം കർത്താവെ, ഞങ്ങൾ പ്രത്യേക ഹനബിപ്പിന് വേണ്ടി ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ, കുഞ്ഞ് കർത്താവെ കടന്നു പോകുന്ന ആ ബുദ്ധിമുട്ടിൽ നിന്നെല്ലാം കർത്താവെ ഹല്ലേലൂയ നിന്റെ കരം നീട്ടി സൗഖ്യം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ശുശ്രൂഷിക്കുന്ന ഡോക്ടേഴ്സിനെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ, വേണ്ടതായിട്ടുള്ള വിസ്ഡം നീ കൊടുത്ത് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഹല്ലേലൂയ, ഈ നിമിഷം കർത്താവെ, ഞങ്ങൾ സമൂഹത്തിലെ മമ്മിയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പുറം വേദനയുടെ വിഷയം ഞങ്ങൾ കർത്താവെ നിന്റെ സന്നിധിയെ വെച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവെ, തക്കതായിട്ടുള്ള സൗഖ്യം കൊടുത്ത് നീ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ബ്രദർ തോമസിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഓപ്പറേഷന് വേണ്ടി ഒരുങ്ങുന്നില്ല കർത്താവെ, തക്കതായിട്ടുള്ള കർത്താവെ ഹല്ലേലൂയ വിടുതൽ കൽപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. എത്രയും വേഗം സൗഖ്യമാകുവാനും കർത്താവെ എഴുന്നേറ്റ് നടക്കുവാൻ കർത്താവെ നീ കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഹല്ലേലൂയ കർത്താവെ, ഞങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങളെല്ലാം നിന്റെ സന്നിധി സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവെ നീ അതിനെല്ലാം ഉത്തരം അരുളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ കർത്താവെ, സഭയെ ഞങ്ങൾ സമർപ്പിച്ചിരിക്കുന്ന ഓഫറിങ്സിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നീട്ടിയിരിക്കുന്ന കാര്യങ്ങളെല്ലാം നീ അനുഗ്രഹിക്കണമേ കർത്താവെ. ഹല്ലേലൂയ, കൊടുക്കാൻ പറ്റാതെ വിഷമിച്ച് ആരെങ്കിലും ഉണ്ടെങ്കിൽ കർത്താവെ, അവരുടെ അമർത്തികൾക്ക് കവിയുന്ന അളവിൽ കർത്താവെ നീ അവരെ കൊടുത്ത് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ കർത്താവെ, എല്ലാവരും നന്മകൾക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ, ഞങ്ങൾ ചോദിക്കാൻ വിട്ടുപോയ വിഷയത്തിനെല്ലാം നിന്റെ സാന്നിധ്യം പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അതുപോലെ തന്നെ കർത്താവെ, സഭയായി ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ഹല്ലേലൂയ ബ്രദർ ഓസ്റ്റിനും സിസ്റ്റർ ജെനിനേക്ക് കൊടുത്തിരിക്കുന്ന കുഞ്ഞു പൈതലിനായി ഞങ്ങൾ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഇത്രത്തോളം നല്ല കൃപയിൽ നീ കാത്തിരുന്ന സ്തോത്രം ചെയ്യുന്ന കർത്താവെ. ഹല്ലേലൂയ, മുമ്പോട്ടുള്ള അവരുടെ ആവശ്യങ്ങളെല്ലാം നീ മാനിക്കണമേ, തക്കതായിട്ടുള്ള വിടുതൽ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. എല്ലാവരും നന്മകളാൽ നിറച്ചിരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ. എല്ലാ യേശു കർത്താവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. കേട്ട് മറുപടി തരുന്നതിനാൽ നമുക്ക് വിശ്വാസത്തോടെ സ്തോത്രം ചെയ്യാം. ഓർക്കുക, വിശ്വാസത്തോടെ സ്വീകരിക്കുക എന്നുള്ള നമ്മുടെ ചുമതലയാണ്. ആമേൻ. അത് തരിക എന്നുള്ളത് നമ്മുടെ ദൈവത്തിൻ്റെ ഭാഗമാണ്, ദൈവത്തിൻ്റെ ഉത്തരവാദിത്വത്തിൽ പരമാധികാരത്തിൽപ്പെട്ടതാണ്. അതുകൊണ്ട് നമുക്ക് ധൈര്യത്തോടെ ദൈവസന്നിധിയിലായിരിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. തുടർന്ന് അനൗൺസ്മെൻറ്റ്സ് ഒന്ന് കേൾക്കാം. അതിനായി നമുക്ക് ഒരു നിമിഷം ഒന്ന് ശ്രദ്ധിക്കാം. അനൗൺസ്മെൻറ്റ്സ് ഇപ്പോൾ പ്ലേ ചെയ്യുന്നതായിരിക്കും. Hello, Lifespring Church.
My name is Joby and I'm here with the announcements for this week. As a church, we're planning to have 7 days fasting prayer starting from tomorrow, which is Monday the 23rd till Sunday the 29th. There will be morning and evening sessions each day. The morning sessions would be from 11 a.m. to 12:30 p.m., which would be mainly focusing on a time of praise and worship and intercessory prayer. The evening sessions would be from 7:30 p.m. to 9 p.m. And on each evening session, we will be having a guest speaker speaking to us from the Word. On Monday the 23rd, Pastor Thomas Abraham from Sydney will be joining us live for our evening session. On Tuesday the 24th, Pastor N.C. Andrews will be ministering to us. On Wednesday 25th, we have Pastor Verghese Thomas, who works for our mission field, joining us as usual. On Thursday 26th, our dear pastor, Pastor Wills Thomas, will be sharing from the Word of God. And from Friday to Sunday, we have Pastor Johnson G. Samuel from Punalur ministering to us as well for 3 days. Please note, on Friday and Saturday, our morning sessions will start as usual at 10:45 a.m. instead of 11 a.m. On Sunday the 29th, for our English service, we have Pastor Jacob Baby from Pennsylvania joining with us live and ministering to us from the Word of God. Also note, we will not be having our regular Tuesday Area Connect meeting happening this week. Dear Church, I would encourage you to join these sessions and separate some time to be in the presence of our God as we are coming to the end of this year. Please note, our usual Sunday Malayalam service would be at 8:45 a.m. and our English service would be at 11 a.m. On Sunday afternoon, the Lifespring Kids and Youth sessions would be at 3 p.m. for all age groups. So that concludes the announcements for this week. Thank you and God bless. പ്രൈസ് ലോർഡ്. അനൗൺസ്മെൻ്റെല്ലാം നിങ്ങൾ കേട്ടല്ലോ. വളരെ മനോഹരമായി ജോബി ആ അനൗൺസ്മെൻറ്റ്സ് പറഞ്ഞതുകൊണ്ട് എല്ലാവരുടെ ഹൃദയത്തിൽ അത് പതിഞ്ഞുവെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നമ്മുടെ ഇവിടെ പറഞ്ഞതുപോലെ ഈ വരുന്ന തിങ്കളാഴ്ച നാളെ മുതൽ നമ്മുടെ ഫാസ്റ്റിംഗ് പ്രയർ നടക്കുകയാണ്. 7 ദിവസം ദൈവസേനയിൽ ഇരിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു. ആ ഫാസ്റ്റിംഗ് പ്രയറിൻ്റെ ഫ്ലയർ നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ്. മാത്രമല്ല, ഞായറാഴ്ച ഞാൻ ഓർപ്പിച്ചതുപോലെ ഇംഗ്ലീഷിൻ്റെ ആ മീറ്റിങ്ങിൽ പെൻസിൽവേനിയയിൽ നിന്ന് കർത്താവനദാസൻ ജേക്കബ് ബേബി നമ്മോടുകൂടി ചേരുന്നു. അനുഗ്രഹീതനായ ശക്തനായ ഒരു യുവ ശുശ്രൂഷകനാണ്. അവിടെ ഡ്രഗ് അഡിക്ട്സിൻ്റെ ഇടയിലും അങ്ങനെയുള്ളവരുടെ ഇടയിലും കഴിഞ്ഞ 2 വർഷമായി ഒരു പുതിയ പ്രവർത്തനം നടത്തുന്ന ഒരു ദൈവത്തിൻ്റെ ദാസനാണ്. ആ ദാസനെയും നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. ദൈവം സഹായിക്കുമാറാകട്ടെ. ദൈവാലയങ്ങളിലേക്ക് നമ്മെ സമർപ്പിക്കാം. തുടർന്ന് നമുക്ക് ദൈവവചനം കേൾക്കാനുള്ള സമയമാണ്. സമയം മുന്നോട്ട് പോയി. കർത്താവിൻ്റെ ദാസൻ പ്രിയ NC ആൻഡ്രൂസ് അവറുകൾ നമ്മോട് ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കുന്നതാണ്. കർത്താവിൻ്റെ ദാസനെ തുടർന്നുള്ള ദൈവവചന ശുശ്രൂഷയ്ക്കായി ബഹുമാനപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ ഇരിക്കുന്നു. ദൈവം നമ്മളെ ഏവരെയും അനുഗ്രഹിക്കട്ടെ, നമ്മോട് സംസാരിക്കുമാറാകട്ടെ. ആമേൻ. കേൾക്കാം. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഓൺലൈനിൽ കൂടെയുള്ള 36ാമത് ഞായറാഴ്ച നമുക്ക് ഒരുമിച്ച് കർത്തസന്നിധിയിൽ ആരാധിപ്പാൻ കർത്താവ് ഭാഗ്യം തന്നുകൊണ്ടിരിക്കുന്ന വലിയ കരുണയോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ആയിരങ്ങൾക്ക് പതിനായിരങ്ങൾക്ക് ഇങ്ങനെയുള്ള സൗകര്യമില്ലാതിരിക്കുമ്പോൾ നമുക്ക് സൗകര്യപ്രദമായി ഒരു മീറ്റിംഗ് പോലും മിസ്സാകാതെ എല്ലാ കാര്യങ്ങളും ഭംഗിയായി നടക്കുവാൻ തൊക്കണം. വലിയവനായ ദൈവം നമ്മെ കടാക്ഷിച്ചതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽക്കാലത്തെ വിചിന്തനത്തിനായി ഒരു വാക്യാംശം വായിപ്പാൻ കർത്താവിൽ ശ്രമപ്പെടുന്നു. യെശയ്യാ പ്രവചനം 60:1. എഴുന്നേറ്റ് പ്രകാശിക്കുക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു, യഹോവയുടെ തേജസ്സും നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. പ്രവാസത്തിൽ കഴിയുന്ന ജനത്തോട് ദൈവമായ കർത്താവ് യെശയ്യാവിൽ കൂടെ പ്രവചിക്കുന്ന പ്രവചന ഭാഗമാണ് ദൈവത്തിന് സ്തോത്രം ഇവിടെ വായിച്ചു കേട്ടത്. നിങ്ങൾ എഴുന്നേൽക്കുവാൻ തയ്യാറാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ നേരിടുന്ന സാഹചര്യത്തിൽ നിന്ന് ദൈവത്തിനൊരു പ്രശ്നമല്ല, നിങ്ങളുടെ മേൽ പ്രകാശം വരും. നിങ്ങൾ അനുഭവിച്ചു കൊടുക്കുന്ന ഇരുട്ടിനെ കർത്താവ് മാറ്റിത്തരും. നിങ്ങൾ പ്രകാശത്തിലേക്ക് അടുത്തു വരും.
നിങ്ങൾ എഴുന്നേൽക്കണം. ഇസ്രായേൽ ജനം തങ്ങളുടെ പാപത്തിന്റെ ഫലമായി 70 വർഷക്കാലം ബാബേലിലേക്ക് അടിമകളായിപ്പോയി. നിങ്ങൾ ബാബേലിലേക്ക് അടിമകളായി പോകുമെന്ന് 2 പ്രാവശ്യം വ്യക്തമായി ഇരമ്യാ പ്രവചനത്തിൽ കൂടെ പ്രവാചകൻ മുന്നറിയിപ്പ് കൊടുത്തതാണ്. ഇരമ്യാ പ്രവചനം 25:10 29:10 അത് വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. 70 വർഷം കഴിയുമ്പോൾ മാത്രമേ നിങ്ങൾ മടങ്ങി വരൂ എന്ന് താൻ വ്യക്തമായി പ്രസ്താവിച്ചു. എന്നാൽ അന്നത്തെ കള്ളപ്രവാചകന്മാരെ, രാജാക്കന്മാരെ തടുത്തു, ജനത്തെ തടുത്തു. ഇവൻ നമുക്കെതിരായി സംസാരിക്കുന്നു എന്ന് പറഞ്ഞ് ദൈവാലോചന ഇരമ്യാവിന്റെ ഏറ്റെടുക്കാതെ ദൈവത്തിന് സ്തോത്രം അത് തള്ളിയതിന്റെ ഫലമായി അവർ പ്രവാസികളായി ബാബേലിലേക്ക് പോകേണ്ടതായി വന്നു. 70 വർഷക്കാലം കഷ്ടങ്ങളും പ്രയാസങ്ങളും വിവിധമായ മുറിവുകളാൽ അവരെ യാതന അനുഭവിച്ചു. ദൈവത്തിന് സ്തോത്രം. 137 സങ്കീർത്തനത്തിൽ അവരെ ബാബേൽ നദിയുടെ തീരത്ത് വെച്ച് ഇരുന്നപ്പോൾ സിയോനെ ഓർത്തു. അവരെ ബദ്ധരാക്കി കൊണ്ടുപോയവര് ആ പഴയകാല പാട്ടുകളൊന്ന് പാടണമേ എന്ന് പറഞ്ഞപ്പോൾ അന്യദേശത്ത് യഹോവയുടെ കീർത്തനം എങ്ങനെ പാടുമെന്ന് പറഞ്ഞ് പാടാത്ത അവസ്ഥയിൽ, ബന്ധിക്കപ്പെട്ട അവസ്ഥയിൽ, ഇരുട്ടിന്റെ അവസ്ഥയിൽ, ശത്രുവിനാൽ ഉപദ്രവിക്കപ്പെട്ട അവസ്ഥയിൽ കഴിഞ്ഞുകൂടുന്ന ജനത്തെയാണ് ദൈവത്തിന് സ്തോത്രം അവിടെ കാണുന്നത്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവശക്തി, അവരിൽ ഉണ്ടായിരുന്ന ദൈവശക്തി അവരുടെ ഉള്ളിലുണ്ടായിരുന്നത് നഷ്ടപ്പെട്ടു പോയതുകൊണ്ട് അവർക്ക് എഴുന്നേൽക്കുവാൻ കഴിയുന്നില്ല. ദൈവത്തിന് സ്തോത്രം. നാം എഴുന്നേൽക്കാൻ തയ്യാറാണെങ്കിൽ ഉള്ളിൽ നഷ്ടപ്പെട്ട ശക്തിയെ തിരികെ തരുവാൻ, അന്ധകാരത്തിന്റെ അടിമത്തിൽ നാം ആയിരിക്കുന്നെങ്കിൽ പ്രകാശം തന്ന് നമ്മളെ പിന്നെ മാനിപ്പാൻ നമ്മുടെ കർത്താവ് നമ്മുടെ മധ്യേ ഉണ്ട്. യെശയ്യാ പ്രവചനം 40:31 ഇങ്ങനെ വായിക്കുന്നു: അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് വാനവരിലേക്ക് കയറും. അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. യഹോവയെ കാത്തിരിക്കുന്നവർ, ദൈവസന്നിധി ദൈവാലോചനയ്ക്ക് വേണ്ടി കാത്തിരുന്ന്, ദൈവാലോചന ശ്രവിച്ച്, ദൈവശബ്ദത്തിന് വിധേയപ്പെട്ട് തങ്ങളായിരിക്കുന്ന അവസ്ഥയെ ഓർത്ത് വസ്ത്രങ്ങളെ, ഹൃദയങ്ങളെ തന്നെ കീറിക്കൊണ്ട് ദൈവസന്നിധി മടങ്ങി വന്ന് എഴുന്നേൽക്കാൻ തയ്യാറാവുകയാണെങ്കിൽ എഴുന്നേൽക്കുന്ന ഏതൊരു വ്യക്തിയെയും ശക്തീകരിച്ച് ബലപ്പെടുത്തി അവരെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന ആ നിലവാരത്തിലാക്കി തീർക്കുവാൻ ശക്തിയുള്ളവനായ ഒരു കർത്താവാണ് നമ്മുടെ കർത്താവ് എന്നുള്ള വിഷയം നാം മറക്കരുത്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ അകത്തെ ശക്തി നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും ഭാഗിക ശക്തി നമ്മെ കീഴ്പ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, രോഗത്തിന്റെ ശക്തിയോ, നിരാശയുടെ ശക്തിയോ, കഷ്ടതയുടെ ശക്തിയോ, ദാരിദ്ര്യത്തിന്റെ ശക്തിയോ, ദൈവത്തിന് സ്തോത്രം, ഇങ്ങനെ പലവിധമായ ശക്തികൾ നമ്മെ കീഴ്പ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, ഇന്ന് പകൽക്കാലം നാം എഴുന്നേൽക്കാൻ തയ്യാറായാൽ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നഷ്ടപ്പെട്ട പ്രകാശം, നഷ്ടപ്പെട്ട ശക്തി, നഷ്ടപ്പെട്ട ദൈവകൃപ, നഷ്ടപ്പെട്ട ആരോഗ്യം എല്ലാം പകർന്നു തരുവാൻ നമ്മുടെ കർത്താവ് വിശ്വസ്തനാണെന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ന്യായാധിപന്മാരുടെ പുസ്തകം 15-ാം അധ്യായത്തിന്റെ 19 മുതൽ 21 വരെയുള്ള വാക്കുകൾ നമ്മൾ വായിക്കുമ്പോൾ, ശിംശോൻ ദലീലയുടെ മടിയിൽ കിടന്നു. അവന്റെ ശക്തിയുടെ രഹസ്യം വെളിപ്പെടുത്തി. ഉള്ളറയിലിരുന്ന പതിയിരിപ്പുകാര് അവന്റെ മുടി സവരം ചെയ്തു. ദൈവത്തിന് സ്തോത്രം. അവൾ മടിയിൽ കിടത്തി ഉറക്കി. ശിംശോനെ ഫെലിസ്ത്യരുടേതാ എന്ന് പറഞ്ഞു. ഫെലിസ്ത്യരുടെ കയ്യിൽ അവൻ ഏൽപ്പിക്കപ്പെട്ടു. അവൻ പണ്ടത്തെ പോലെ ദൈവത്തിന് സ്തോത്രം കുടഞ്ഞു കളയുമെന്ന് വിചാരിച്ചു. കുടഞ്ഞു, പക്ഷെ ശക്തി ക്ഷയിച്ചു പോയിരുന്നു. അവന്റെ കണ്ണ് നഷ്ടപ്പെട്ടു, അവന്റെ ആരോഗ്യം നഷ്ടപ്പെട്ടു, അവന്റെ ദൈവകൃപ നഷ്ടപ്പെട്ടു. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ശത്രുവിന്റെ മുൻപിൽ പരസ്യഘോരമായി മാറുന്ന ദൈവത്തിന് സ്തോത്രം. ശിംശോനെ നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കുന്നു. നാം കാത്തിരുന്ന് ശക്തി പ്രാപിച്ച് എവിടെ വീണെന്നോർത്ത് മാനസാന്തരപ്പെട്ട് ദൈവത്തിലേക്ക് മടങ്ങി വരുവാൻ ഇന്ന് പകൽക്കാലം തയ്യാറാകുന്നെങ്കിൽ, നഷ്ടപ്പെട്ട അനുഭവങ്ങളിലേക്ക് ദൈവം നമ്മെ തിരികെ കൊണ്ടുവരുവാൻ നമ്മുടെ ദൈവം വിശ്വസ്തനാണെന്ന് ദൈവം നാം മറക്കരുത്. അതിനുവേണ്ടി നാം കാത്തിരിക്കണം. ദൈവത്തിന് സ്തോത്രം. നാളെ മുതൽ 7 ദിവസം ഉപവാസ പ്രാർത്ഥന നടക്കുകയാണല്ലോ. അത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വളരെ ഖേദത്തോടെ പറയട്ടെ, ഇന്ന് പലയിടങ്ങളിലും കാത്തിരിപ്പ് യോഗങ്ങൾ അസ്തമിച്ചിരിക്കുകയാണ്. പകരം കുത്തിയിരിപ്പ് യോഗങ്ങളായി മാറിയിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. നമ്മെ ഇരുത്തിയിരിക്കുന്ന മണ്ഡലത്തിൽ നിന്ന്
നമുക്ക് എഴുന്നേൽക്കാൻ സാധിക്കുന്ന ദൈവ കൃപ ഈ ദിവസം നമുക്ക് പ്രാപിച്ചെടുക്കാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. യിരെമ്യാ പ്രവചനം 30-ാം അധ്യായത്തിന്റെ 12-13 വാക്യങ്ങള് ഞാൻ വായിപ്പാൻ കർത്താവിൽ ശരണപ്പെടുന്നു. യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, നിങ്ങളുടെ പരുക്ക് പൊറുക്കാത്തതും മുറിവ് ദാരുണവുമാകുന്നു. നിന്റെ വ്യവഹാരം നടത്തുവാൻ ആരുമില്ല, നിന്റെ മുറിവിനെ മരുന്നില്ല, നിങ്ങൾക്ക് രോഗശാന്തിയുമില്ല. ദൈവത്തിന് സ്തോത്രം. 10 വിധ മുറിവുകൾ ചിന്തിപ്പാനാണ് ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നത്. ഇന്ന് പകൽക്കാലം അത് മുഴുവൻ സംസാരിക്കാൻ സമയമില്ല. ദൈവത്തിന് ചില മുറിവുകളെ കുറിച്ച് സംസാരിക്കാൻ കർത്താവ് എനിക്ക് തരുന്ന അവസരത്തിൽ ബാക്കി കാലം നിങ്ങൾ പ്രസ്താവിക്കുന്നതായിരിക്കും. ദൈവത്തിന് സ്തോത്രം. ഇവിടെ പറയുകയാണ്, എന്റെ മുറിവിന് ദൈവത്തിന് സ്തോത്രം, ശമനമില്ല. ദൈവത്തിന് സ്തോത്രം. അല്ലെങ്കിൽ ചില മുറിവുകൾ അകത്ത് ഉണ്ട്. അതെ, ആ മുറിവ് ദൈവത്തിന് സ്തോത്രം നമ്മെ വളരെ ഭാരപ്പെടുത്തുന്ന മുറിവുകളാണ്. ഇന്ന് പകൽക്കാലം ദൈവവചനം കേൾക്കുന്ന ആരെങ്കിലും വിവിധ വിഷയങ്ങളാൽ മുറിവേറ്റവരായി, ദൈവവേദന അനുഭവിക്കുന്നവരായി എന്നെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ, നിന്റെ മുറിവുണക്കുവാൻ തക്കവണ്ണം നിനക്ക് മുന്നമേ മുറിവേറ്റ ഒരു നാഥനെ ഈ ആരാധന മധ്യ ഞാൻ ഉയർത്തി കാണിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. നീ അവങ്കിലേക്ക് മടങ്ങി വരികയാണെങ്കിൽ ദൈവത്തിന് സ്തോത്രം. നിന്റെ മുറിവിനെ അല്ല വെച്ച് കെട്ടി നിന്നെ നന്നായി ചികിത്സിച്ച് ദൈവത്തിന് സ്തോത്രത്തിനെ സൗഖ്യമാക്കുവാൻ കഴിവുള്ള ഒരു കർത്താവാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. യെശയ്യാ പ്രവചനം 53:5 അവന്റെ മുറിവുകളാൽ നിങ്ങൾക്ക് ദൈവത്തിന് സൗഖ്യമുണ്ട് എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന ദൈവത്തിന് സ്തോത്രം. 10 വിധ മുറിവുകൾ. 1-ാമത്തെ മുറിവ് സാത്താൻ ഏൽപ്പിച്ച മുറിവാണ്. യോബിന്റെ പുസ്തകം അതിന്റെ 1-ാം അധ്യായത്തിന്റെ 19 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, ഊസ് ദേശത്ത് ദൈവത്തിൽ ജീവിച്ചിരുന്ന ഭക്തനാകുന്ന ഇയ്യോബിനെ കുറിച്ച് കാണുന്നു. അവൻ യഹോവ ഭക്തനായിരുന്നു. ദൈവത്തിന് സ്തോത്രം. അവൻ വലിയ മൃഗസമ്പത്തിന്റെ ദൈവത്തിന് സ്തോത്രം ഉടമയായിരുന്നു. അവൻ അനേക ദാസന്മാരുണ്ടായിരുന്നു. ദൈവത്തിന് സ്തോത്രം. അവന് 10 സൗന്ദര്യമുള്ള കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. ആ ദേശത്ത് ഏറ്റവും വലിയ ധനാഢ്യനായ മനുഷ്യനായിരുന്നു അവന്. പക്ഷേ അവൻ ദൈവഭക്തനായിരുന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അവൻ എല്ലാവരാലും സാക്ഷ്യം പ്രാപിച്ച ഭക്തനായിരുന്നു. ഒരു ദിവസം ദൈവദൂതന്മാർ ദൈവത്തിന് സ്തോത്രം സ്വർഗത്തിലായിരിക്കുന്ന സമയത്ത് ദൈവത്തിന്റെ അടുത്തേക്ക് അല്ല സാത്താനും കടന്നു ചെന്നു. സാത്താൻ നിന്നോട് ദൈവം ചോദിച്ചു, നീ എവിടെ നിന്ന് വരുന്നു? ഞാൻ ഭൂമി ചുറ്റും ഊടാടി സഞ്ചിച്ചു വരുന്നു. എന്റെ ദാസനാവുന്ന ഇയ്യോബിന് മേൽ നീ ദൃഷ്ടി വെച്ചോ. അവനെ പോലെ ദൈവത്തിന് സ്തോത്രം ഭക്തനായ മനുഷ്യൻ, നേരുള്ളവനായ മനുഷ്യൻ, ദൈവത്തിന് സ്തോത്രം ദോഷമിട്ടകലുന്ന മനുഷ്യനായി ഭൂമിയിൽ മറ്റാരുമില്ലല്ലോ. ദൈവനെ കുറിച്ച് സാക്ഷ്യം പറയാണ്. സാത്താൻ പറഞ്ഞ മറുപടി, വെറുതെയാണോ അവൻ ഭക്തനായിരിക്കുന്നത്? നീ അവന് ചുറ്റും വേലി കെട്ടിട്ടില്ലയോ? ദൈവത്തിന് സ്തോത്രം. അവന് നീ വേലി കെട്ടിട്ടുണ്ട്. അവന്റെ സമ്പത്തിന് നീ വേലി കെട്ടിട്ടുണ്ട്. അവന്റെ മക്കൾക്ക് നീ വേലി കെട്ടിട്ടുണ്ട്. അവന്റെ സകലത്തിനും നീ വേലി കെട്ടിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. ആ വേലികളെല്ലാം പൊളിക്കുവാൻ ദൈവം അനുവാദം കൊടുത്തു. കാരണം സാത്താൻ പറഞ്ഞു, വേലി പൊളിക്കുകയാണെങ്കിൽ ഇവൻ മുഖത്ത് നോക്കി നിന്നെ ത്യജിച്ചു പറയുമെന്ന്. കർത്താവ് യഹോവയാം ദൈവം പറഞ്ഞു, ശരി, നീ അവന്റെ വേലി പൊളിക്ക്, അവന്റെ ജീവനെ മാത്രം നീ തുടരുത്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, നന്ദിയോടെ സ്തോത്രം. ഇവിടെ നാം കാണുന്നത് ദൈവത്തിന് സ്തോത്രം. അവന്റെ മൃഗസമ്പത്ത് മുഴുവൻ നഷ്ടപ്പെട്ട കാര്യങ്ങൾ നമുക്ക് കാണുന്നു. അവന്റെ ദാസന്മാർ മുഴുവൻ നഷ്ടപ്പെട്ട കാര്യങ്ങൾ നമ്മൾ കാണുന്നു. ദൈവത്തിന് സ്തോത്രം. അവന്റെ കുഞ്ഞുങ്ങള് 10 പേരും മൂത്ത സഹോദര ഭവനത്തില് ദൈവത്തിന് അവർ ഒരുമിച്ച് സമ്മേളിച്ച് സന്തോഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വലിയ കൊടുങ്കാറ്റടിച്ച് ആ വീടിന്മേൽ അടിക്കുകയും 10 കുഞ്ഞുങ്ങളും ഒരുപോലെ മരിക്കുകയും ചെയ്തു. ഒരേ സന്ദർഭത്തിൽ മൃഗസമ്പത്ത് നഷ്ടപ്പെട്ട കാര്യങ്ങള് ഒരുവൻ പറഞ്ഞു ഇരുന്നപ്പോൾ അവൻ പറഞ്ഞു വാക്ക് തീരുന്നതിന് മുമ്പ് മറ്റൊരുവൻ ഒന്ന് പറയുകയാണ്, ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ, നിന്റെ ദാസന്മാരെ മുഴുവൻ പിടിച്ചുകൊണ്ടുപോയ അതേ കാര്യങ്ങള്. അങ്ങനെ ഓരോരുത്തരായി ദൈവത്തിന് സ്തോത്രം അവന്റെ ഭവനത്തിൽ വന്ന അനർത്ഥങ്ങളെ കുറിച്ച് വർണ്ണിച്ചു കൊണ്ടിരിക്കുകയാണ്. 4ാമതൊരുവൻ പറഞ്ഞു, നിന്റെ മക്കള് 10 പേരും ഒരു ദിവസം മരിക്കപ്പെട്ടു. ഇങ്ങനെയുള്ള ചുറ്റുപാടുകളുടെ നടുവിൽ 10 മക്കളും നഷ്ടപ്പെട്ടപ്പോൾ ആ ഭക്തൻ പറഞ്ഞെന്തറിയാവോ? യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമം
വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇതിലൊന്നിലും അവൻ ആദരങ്ങളാൽ പാപം ചെയ്യുകയോ ദൈവത്തിന് മേൽ ദോഷം ചാരുകയോ ചെയ്തില്ല എന്ന് നാം വായിക്കുന്നു. നമ്മുടെ വിശ്വാസത്തെ അളക്കുവാനായി, മാനസികമായി നമ്മെ ഇരുത്തുവാനായി ശത്രു കൊണ്ടുവരുന്ന മുറിവാണ് ഒന്നാമത്തെ മുറിവ്. നമ്മുടെ വിശ്വാസത്തെ അളക്കുവാൻ, നമ്മെ ഒരു മൂലയിൽ ഇരുത്തുവാൻ ദൈവത്തിന് സ്തോത്രം ശത്രു കൊണ്ടുവരുന്ന മുറിവാണ്. ദൈവത്തിന് സ്തോത്രം. നമ്മെ ഇരുത്തിക്കളയുന്ന അവസ്ഥയിൽ നിന്ന് ഇന്ന് പകൽക്കാലം എഴുന്നേറ്റ് പ്രകാശിക്കുവാൻ നാം തയ്യാറാകുകയാണെങ്കിൽ സ്വർഗീയ വെളിച്ചം നമ്മുടെ വീശുമെന്നുള്ള കാര്യം ഞാനും നിങ്ങളും മറക്കരുത്. ദൈവത്തിന് സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, ഏത് മനുഷ്യനെ പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. നമ്മെ പ്രകാശിപ്പിക്കുന്ന, നമ്മെ ധൈര്യപ്പെടുത്തുന്ന, നമ്മെ എഴുന്നേൽപ്പിക്കുന്ന, ദൈവം നമ്മെ സൗഖ്യമാക്കുന്ന, നമ്മുടെ സ്ഥിതിക്ക് ഭേദം വരുത്തുന്ന ആ പ്രകാശം നമ്മുടെ മധ്യമുണ്ട്. ഇന്ന് പകൽക്കാലം സടകുടഞ്ഞെഴുന്നേറ്റ് നമുക്ക് എഴുന്നേൽക്കാം, നമുക്ക് പ്രകാശിക്കാം. ശത്രു കൊണ്ടുവരുന്ന മുറിവിനെ ദൈവത്തിന് നമുക്ക് ഒതുക്കുവാൻ കഴിയത്തില്ല. എന്റെ ശത്രുവായവളെ എന്നെ ചൊല്ലി ഘോഷിക്കരുത്. ഞാൻ വീണ് കിടക്കുന്നെങ്കിലും ഞാൻ എഴുന്നേൽക്കുമെന്ന് നമുക്ക് പറയാം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അവന്റെ പരിശോധനയുടെ അത്യുച്ച ഘട്ടങ്ങളൊക്കെ നമുക്കറിയാമല്ലോ. നന്ദിയോടെ സ്തോത്രം. 13-ാം അധ്യായത്തിൽ 15-ാം വാക്യത്തിൽ ആ ഭക്തൻ ഇങ്ങനെ പറഞ്ഞു, അവൻ എന്നെ കൊന്നാലും ഞാൻ അവനെ തന്നെ കാത്തിരിക്കും, എന്റെ നടപ്പ് അവൻ മുൻപാകെ തെളിയിക്കും. പിന്നീട് അവൻ പറയുന്നുണ്ട്, നീ എന്നെ ശോധന ചെയ്താൽ ഞാൻ പൊന്നുപോലെ പുറത്തു വരും. 19-ാം അധ്യായത്തിന്റെ 25-26 വാക്യങ്ങളിൽ ഹല്ലേലൂയ ശത്രുവിനാൽ മുറിക്കപ്പെട്ട് കഴിയുന്ന ആ ഭക്തൻ പറയുന്നുണ്ട്, എന്റെ വീണ്ടെടുപ്പുകാരൻ ജീവിക്കുന്നു, അവൻ ഒടുവിൽ പൊടിമേ നിൽക്കുമെന്ന് ഞാൻ അറിയുന്നു. എന്റെ തോക്കിങ്ങനെ ക്ഷയിച്ചാലും ഞാൻ ദേഹസഹിതനായി ഞാൻ അവനെ കാണും. അന്യനല്ല, എന്റെ സ്വന്തം കണ്ണുകൊണ്ട് ഞാൻ അവനെ കാണുമെന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് മഹത്വം കരയറ്റുകയാണ് ചെയ്തത്. ദൈവത്തിന് സ്തോത്രം. അല്പസമയത്തേക്ക് പിശാച് കൊടുത്ത മുറിവിനാൽ അവനെ ഒതുക്കിയെങ്കിലും, അവനെ എഴുന്നേൽക്കാൻ സാധിക്കാത്ത അവസ്ഥയിലായിരുന്നെങ്കിലും, അവൻ രോഗാവസ്ഥയിലായിരുന്നെങ്കിലും, അവൻ ചാരത്തിലായിരുന്നെങ്കിലും, ഹല്ലേലൂയ വെളിച്ചമായ കർത്താവിനെ അവൻ പ്രകൃതിക്ക് നിമിത്തം, അവൻ ദൈവിക വെളിച്ചത്തിലായ നിമിത്തം ദൈവം അവനെ എഴുന്നേൽപ്പിക്കുകയും അവനെ പ്രകാശിപ്പിക്കുകയും അവന്റെ സ്ഥിതിക്ക് ദൈവം ഭേദം വരുത്തുകയും അവന്റെ മുൻകാലത്തേക്കാൾ പിൽക്കാലത്തെ ദൈവം ഇരട്ടി അനുഗ്രഹിച്ച് അവനെ മാനിക്കുകയും പിശാച് തദ്വാര തലതാഴ്ത്തി ലജ്ജിച്ച് അവനെ വിട്ടുപോവുകയും ചെയ്തതായി ദൈവത്തിന്റെ വചനം നമുക്കറിയാമല്ലോ. ദൈവം തന്റെ ജനത്തിന്റെ സ്ഥിതി മാറ്റുമ്പോൾ യാക്കോബ് സന്തോഷിക്കുകയും ഇസ്രായേൽ ആനന്ദിക്കുകയും ചെയ്യും. ഇന്ന് പകൽക്കാലം ദൈവത്തിന് സ്തോത്രം. ഏതെങ്കിലും മുറിവുകളാൽ ഭാരപ്പെടുന്നവരായി എന്നെ ശ്രദ്ധിക്കുന്നവരുണ്ടെങ്കിൽ ദൈവത്തിന് സ്തോത്രം. വെളിച്ചമാവുന്ന ദൈവത്തിലേക്ക് മടങ്ങി വരിക. ദൈവത്തിന് സ്തോത്രം. നിന്റെ മുറിവിനെ ഒപ്പി, നിന്നെ നന്നായി ചികിത്സിച്ച്, നിന്നെ എഴുന്നേൽപ്പിച്ച്, നിന്നെ ധൈര്യപ്പെടുത്തുന്ന, നഷ്ടപ്പെടുത്തുന്നതെല്ലാം തിരികെ തിരിയുന്ന സ്വർഗത്തെ ഞാൻ ഇവിടെ ഉയർത്തുന്നു. ഞാൻ ആ ഭാഗം വിടുന്നു. ദൈവത്തിന് സ്തോത്രം. രണ്ടാമത്തെ മുറിവ് ദൈവത്തിന് സ്തോത്രം. സക്രിയ പ്രവചനം 13-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, ആരെങ്കിലും അവനോട് നിന്റെ ശരീരത്തിൽ ഏറ്റിരിക്കുന്ന ആ മുറിവുകൾ എന്ത് എന്ന് ചോദിച്ചാൽ, എന്റെ സ്നേഹിതരുടെ വീട്ടിൽ വെച്ച് എനിക്കേറ്റ മുറിവുകൾ തന്നെ എന്ന് അവൻ ഉത്തരം പറയും. വീട്ടിൽ വെച്ചുള്ള മുറിവ്. ഇതിന്റെ സാഹചര്യം മഹോദ്രവകാലത്ത് കർത്താവായ യേശു ക്രിസ്തു ദൈവത്തിന്റെ അവസാന സമയത്ത് അവർ കുത്തിയിട്ടുള്ളതിലേക്ക് നോക്കി ഏകജാതനെ കുറിച്ച് വിലപിക്കുന്നതിന് മുമ്പായി അവന്റെ ശരീരത്തിൽ കാണുന്ന പാടുകൾ വലിയവനായ കർത്താവർക്ക് പ്രത്യക്ഷനായി കരങ്ങൾ ഉയർത്തി അവനെ അനുഗ്രഹിക്കുമ്പോൾ, അവന്റെ കരയുടെ ശരീരത്തിൽ കാണുന്ന പാടുകൾ കാണുമ്പോൾ യഹൂദജനം ചോദിക്കുന്ന ചോദ്യമാണ്, ഈ മുറിവുകളെന്ത്? അതിനുള്ള മറുപടി, എന്റെ വീട്ടിൽ വെച്ച്, എന്റെ സ്നേഹിതരുടെ വീട്ടിൽ വെച്ച്. രണ്ടാമത്തെ മുറിവ് വീട്ടിൽ വെച്ചുള്ള മുറിവാണ്. ദൈവത്തിന് സ്തോത്രം. വീട്ടിൽ വെച്ചുള്ള മുറിവ്. ഈ വീട്ടിൽ വെച്ചുള്ള മുറിവ് ദൈവവുമായിട്ട് മനുഷ്യനെ അകറ്റി. അത് ഭിന്നതയുടെ മുറിവാണ്. പിശാച് വ്യക്തികളിൽ ഭിന്നതയിട്ടുകൊണ്ട് ദൈവത്തിൽ നിന്ന് അവനെ അകറ്റുവാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. അതിന് കാരണം പാപമാണ്.
ദൈവത്തിന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. എന്നാൽ പാപം മനുഷ്യനെ കൊണ്ട് പിശാച് ചെയ്യിപ്പിച്ചു വായരൂപേണ. റോമാലേഖനം 5-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിൽ വായിക്കുന്നു, ഏക മനുഷ്യനാൽ പാപവും പാപത്തിന്റെ ഫലമായും മരണവും ലോകത്തിലേക്ക് വന്നു. പാപത്തിന്റെ ശമ്പളം മരണം അത്രയെന്ന് റോമാലേഖനം 6:23 വായിക്കുന്നു. ദൈവത്തിന്റെ സ്വരൂപത്തിലും സാധനം സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനെ, ഏതം തോട്ടത്തിലാക്കിയ മനുഷ്യനെ, ദിവസവും സായാഹ്ന സമയം ദൈവമായിട്ട് കൂട്ടായ്മ ബന്ധം പുലർത്തിയ മനുഷ്യനെ, അവന്റെ പാപത്തിന്റെ ഫലമായി ദൈവത്തിന് തോട്ടത്തിൽ പുറത്താക്കപ്പെട്ടു. പാപത്താൽ ദൈവത്തിന് സ്തോത്രം തേജസ് നഷ്ടപ്പെട്ട അവനെ ഒരാട്ടിൻകുട്ടിയെ കൊന്ന് ദൈവത്തിന് സ്തോത്രം അതിന്റെ വസ്ത്രം കൊണ്ട് ഹല്ലേലൂയ അവനെ ഉടുപ്പിച്ചു. അവനെ കോട്ടത്തിൽ നിന്ന് പുറത്താക്കി. കോട്ടത്തിലേക്ക് തിരികെ പ്രവേശിക്കാതിരിപ്പോ കറങ്ങുന്ന വാടിന്റെ ജ്വാലയുമായി കെരൂബുകളെ ഏതും തോട്ടത്തിലാക്കിയതായി തിരുവചനം നമ്മൾ വായിക്കുന്നു. 33:24. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ പാപത്താൽ വീട്ടിൽ വെച്ചുള്ള മുറിവ് ദൈവത്തിന് സ്തോത്രം ദൈവത്തിൽ നമ്മെ ഭിന്നിപ്പിച്ചതാണ്. ദൈവത്തിന് സ്തോത്രം. പാപത്താൽ ദൈവത്തിൽ നിന്ന് അന്യപ്പെട്ട് ദൈവത്തിന് സ്തോത്രം ദൈവകോപത്തിന് പാത്രീഭൂതരായ നമ്മെ, ദൈവത്തിന് അകന്നവരായ നമ്മെ ദൈവത്തോട് അടുപ്പിക്കുവാൻ വേണ്ടി ദൈവത്തിന് സ്തോത്രം 2-ാം അധ്യായത്തിലെ 14 വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നത്, ദൈവത്തിന് അവൻ നമ്മുടെ സമാധാനം, അവൻ ഇരുപക്ഷത്തെയും ഒന്നാക്കി തന്റെ ശരീരത്തിൽ കഷ്ടത അനുഭവിച്ചുകൊണ്ട് ദൈവത്തിന് തന്റെ ശരീരത്തിൽ മുറിവേറ്റുകൊണ്ട് തന്റെ ശരീരത്തിൽ പാപത്തിന്റെ ഫലമായ ആ മരണം ആസ്വദിച്ചുകൊണ്ട് അവൻ പിതാവാം ദൈവത്തെയും മനുഷ്യകുലത്തെയും തമ്മിൽ ഒന്നിപ്പിച്ചതായി കാണുന്നു. ഭിന്നതയകറ്റി ഒന്നാക്കുന്നതാണ് കാൽവരി ക്രൂശിൽ കാണുന്നത്. ദൈവത്തിന് സ്തോത്രം. പിശാച് പാപത്തിന്റെ ഫലമായി ദൈവത്തിന് സ്തോത്രം പാപം നമ്മിലേക്ക് വരുത്തി നമ്മുടെ കൂട്ടായ്മ ബന്ധം നഷ്ടപ്പെടുത്തി ദൈവത്തിൽ നിന്ന് അന്യപ്പെടുത്തിയെങ്കിൽ ഇന്ന് പകൽക്കാലം മടങ്ങി വരിക. നഷ്ടപ്പെട്ട സന്തോഷം, നഷ്ടപ്പെട്ട ദൈവകൃപ, നഷ്ടപ്പെട്ട സാമീപ്യം എല്ലാം മടക്കി തന്ന് നമ്മെ മാനിപ്പാൻ തക്കവണ്ണം എനിക്കും നിനക്കും പകരമായി മരിച്ച നമ്മുടെ പ്രാണപ്രിയനായ കർത്താവിനെ ഈ ആരാധന മധ്യേ ഞാൻ ഉയർത്തുകയാണ്. ദൈവത്തിന് സ്തോത്രം. അവനാണ് നമ്മുടെ സമാധാനം. ദൈവത്തിന് സ്തോത്രം. ദൈവജനത്തെ ഇരുത്തിക്കളയുന്ന മുറിവിൽ നിന്ന് എഴുന്നേൽപ്പിക്കുവാൻ ഇന്ന് പകൽക്കാലം നമ്മുടെ ദൈവം ശക്തനാണ്. നാം ഒറ്റ കാര്യം ചെയ്താൽ മതി, നാം മടങ്ങി വന്നാൽ മതി. മുടിയൻ പുത്രൻ ദൈവത്തിന് അപ്പന്റെ സന്നിധി വിട്ട് ദൂരദേശത്തേക്ക് പോയി. അവൻ അനവധി കുറിവുകളാൽ ഭാരപ്പെട്ടു എങ്കിലും അവന് സുബോധം വന്നപ്പോൾ അപ്പന്റെ സന്നിധിക്ക് മടങ്ങി വന്നപ്പോൾ നഷ്ടപ്പെട്ടത് മുഴുവൻ അവന് തിരികെ കൊടുത്ത് അവന് പുത്രത്വം കൊടുത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്തു. അവന്റെ കാല് ചെരുപ്പ് കൊടുത്ത് അവനെ മുദ്രമോദരം കൊട്ടുകൊടുത്ത് അവനെ മാനിച്ച് ആനന്ദിച്ച നമ്മുടെ സ്വർഗീയ പിതാവിന്റെ പകൽക്കാലം നമ്മുടെ മുറിവുകളെ മനസ്സിലാക്കിക്കൊണ്ട് ആ മുറിവിന് കാരണം ദൈവം മനസ്സിലാക്കിക്കൊണ്ട് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നാം മടങ്ങി വരികയാണെങ്കിൽ നമ്മെ പ്രകാശത്തിലേക്ക് പിന്നെയും നയിക്കുവാൻ പിന്നെയും പ്രവേശിക്കുവാൻ നമ്മുടെ കർത്താവ് വിശ്വസ്തനാണെന്നുള്ള കാര്യം നാം മറക്കരുത്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ മുറിവുകളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇവിടെ രണ്ടാമത് ചിന്തിച്ച വീട്ടിലെ വെച്ചുള്ള മുറിവല്ലേ. ദൈവത്തിന് സ്തോത്രം. യോബിന്റെ പുസ്തകം തന്നെ നമ്മൾ പരിശോധിക്കുമ്പോൾ 2-ാം അധ്യായം 9-ാം വാക്യത്തിൽ തന്റെ ഭാര്യ തന്നോട് ചോദിക്കുകയാണ്, നീ ഭക്തി മുറുകെ പിടിക്കുകയാണോ? ദൈവത്തെ ത്യജിച്ചിട്ട് ആത്മഹത്യ ചെയ്യുക. വീട്ടിലെ മുറിവ് മറ്റു മുറിവുകളൊക്കെ സഹിക്കാം. സ്വന്തം ഭാര്യയിൽ നിന്നുള്ള മുറിവാണ് ഒരിക്കലും സഹിക്കാൻ വയ്യാത്ത അവസ്ഥ. ഹല്ലേലൂയ. അപ്പനെ അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. പുരുഷൻ ഭാര്യയോട് പറ്റിച്ചേർന്ന് ജീവിക്കുന്നവനാണ്. ആ ഭാര്യയുടെ വാക്കിനാൽ ദൈവത്തിന് സ്തോത്രം മുറിവേറ്റവരെ മുറിവേൽപ്പിക്കുകയാണെങ്കിൽ അവർക്ക് അയ്യോ കഷ്ടമെന്ന് മാത്രമേ എനിക്ക് പറയുവാൻ കഴിയത്തുള്ളൂ. സ്വന്തം ഭാര്യ പറയുകയാണ്, ദൈവത്തിന് സ്തോത്രം, നീ ദൈവത്തെ ത്യജിക്ക്, നീ എന്തിനാ ഭക്തി മുറുകെ പിടിക്കുന്നത്? വീട്ടിലെ വീട്ടുകാർ വരുത്തുന്ന പ്രയാസം അധികം വളരെ പ്രയാസമാണത്. ദൈവത്തിന് സ്തോത്രം. വീട്ടിൽ ഇന്ന് പകൽക്കാലം വാക്കുകളാൽ, മറ്റുള്ളവരുടെ വാക്കിനാൽ, ഉറ്റവരുടെ വാക്കിനാൽ
മുറിവേറ്റവരായി ഭാരപ്പെടുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം നിന്റെ വീട്ടിലെ മുറിവ് ദൈവം നികത്തുവാൻ നമ്മുടെ ദൈവം വിശ്വസ്തനാണ്. നിന്റെ ഭാര്യയുടെ വാക്കിനാൽ നീ മുറിവേറ്റ അവസ്ഥയായിരിക്കുന്നെങ്കിൽ ആ മുറിവിനെ കെട്ടുവാൻ ദൈവം വിശ്വസ്തനാണ്. മറിച്ച് നിന്റെ ഭർത്താവിന്റെ വാക്കിനാൽ നീ മുറിവേറ്റ അവസ്ഥയിലായിരിക്കുന്നെങ്കിൽ ആ മുറിവിനെ മാറ്റുവാൻ ദൈവം വിശ്വസ്തനാണ്. നിന്റെ വീട്ടിലെ നിന്റെ കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ട അവസ്ഥയിലാണെങ്കിൽ നഷ്ടപ്പെട്ട അവസ്ഥയിൽ നിന്ന് അവരെ തിരികെ വരുത്തി നിന്റെ വീട്ടിൽ സന്തോഷവും ആനന്ദവും കൈവരിക്കത്തക്ക നിലയിൽ നിന്റെ സ്ഥിതിക്ക് ഭേദം വരുത്തുവാൻ നമ്മുടെ കർത്താവ് വിശ്വസ്തനാണ്. കുഞ്ഞുങ്ങളാൽ മുറിവേറ്റ് കിടക്കുന്നവരും ദൈവബന്ധമിത്രാദികളാലും ഊറ്റവരാലും ഉടയവരാലും മുറിവേറ്റവരായി വീട്ടിൽ അനുഭവിക്കുന്ന അനുഭവിക്കുന്നവരുടെ വ്യതയും മാറ്റുവാൻ ഞാൻ പ്രസംഗിക്കുന്ന എന്റെ ദൈവം ശക്തനാണ്. യേശു ശക്തനാണ്. ദൈവത്തിന് സ്തോത്രം. എന്റെ വീട്ടിൽ വെച്ച് ഞാൻ കൊണ്ട ദൈവ പാടുകളാണത്. സ്തോത്രം. ഈ മുറിവ് എന്റെ വീട്ടുകാർ വരുത്തതാണ്. അവൻ സ്വന്തത്തിലേക്ക് വന്നു. സ്വന്തമായവനെ കൈക്കൊണ്ടില്ല. അവനെ കാർക്കിച്ച് തുപ്പി, അവന്റെ കണ്ണത്തടിച്ചു, അവന്റെ ചാങ്ങ് കുത്തി തുറന്നു, അവന്റെ പുറകോട് ചാലുപോലെ കീറപ്പെട്ടു. അടിക്കുന്നവർക്കും തന്നെ മുതുകും, രോമം പറിക്കുന്ന തന്റെ കവളും കാണിച്ചു കൊടുത്തു. സ്തോത്രം. മുറിവേറ്റ ജീവിതമേ, മുറിവേറ്റ് കിടക്കുന്ന ജീവിതമേ, നിനക്ക് മുന്നമേ മുറിവേറ്റ ഒരുവൻ, നിന്നെ സൗഖ്യമാക്കുവാൻ നിനക്ക് മുന്നമേ മുറിവേറ്റ ഒരു നാഥൻ. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ സ്തോത്രം. നീ അവനെ ധ്യാനിക്ക്. അവന്റെ മുറിവുകളാൽ നിനക്ക് സൗഖ്യമുണ്ട്. ഞാൻ ആ ഭാവം വിടുന്നു. അടുത്ത മുറിവ് സ്നേഹിതന്മാരാലുള്ള മുറിവാണ്. ആ സക്രിയ പ്രവചനം 13-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ എന്റെ വീട്ടിൽ വെച്ച് എന്റെ സ്നേഹിതന്മാരാൽ ഞാൻ കൊണ്ട മുറിവാണെന്ന് അവിടെ പറയുന്നുണ്ട്. എന്റെ സ്നേഹിതന്മാർ വരുത്തുന്ന മുറിവ് വിശ്വസ്തയുടെ ഫലമെന്ന് ദൈവത്തിന്റെ വചനത്തിൽ വായിക്കുന്നു. ഇവിടെ സ്നേഹിതന്മാർ മുറിവ് വരുത്തുകയാണ്. യോബിന്റെ പ്രയാസങ്ങളും പ്രതികൂലങ്ങളും കഷ്ടങ്ങളും തന്റെ 4 സ്നേഹിതന്മാരെ അറിഞ്ഞ് യോബിനെ ആശ്വസിപ്പാനായിട്ട് അവർ കടന്നു വന്നു. 7 ദിവസക്കാലം ദൈവത്തിന് സ്തോത്രം അവന്റെ ദയനീയ അവസ്ഥ കണ്ടുകൊണ്ട് അവരുടെ സംസാരിപ്പാൻ പോലും കഴിയാത്ത അവസ്ഥയിൽ അവരെ മിണ്ടാതിരുന്നതായി കാണുന്നു. 4-ാം അധ്യായത്തിൽ നമ്മൾ പ്രവേശിക്കുമ്പോൾ 4-ന്റെ 6 നിന്റെ ഭക്തി നിന്റെ ആശ്രയമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ശകാരത്തിന്റെ വാക്കുകളാല് ദൈവം മുറിവേറ്റ് കിടക്കുന്ന ഈ യോബിനെ ആശ്വസിപ്പിക്കേണ്ടതിന് പകരം അവന്റെ മുറിവിലേക്ക് പിന്നെയും ആഴം വർദ്ധിപ്പിക്കുന്ന വാക്കുകളാണ് ഓരോരുത്തരായി പറഞ്ഞത്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് പകൽക്കാലം ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. സ്നേഹിതന്മാരുടെ വാക്കിനാൽ ഭാരം അനുഭവിക്കുന്നവരായി, ദൈവത്തിന് കഷ്ടം അനുഭവിക്കുന്നവരായി, മുറിവേറ്റവരായി ആരെങ്കിലും ശ്രദ്ധിക്കുന്നെങ്കിൽ ദൈവത്തിന് സ്തോത്രം. നിന്നെ ധൈര്യപ്പെടുത്താൻ കഴിവുള്ള ഒരു കർത്താവ് ഇവിടെയുണ്ട്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. 69-ാം സങ്കീർത്തനം 20-ാം വാക്യത്തിൽ കർത്താവ് ഇങ്ങനെ പറഞ്ഞു, നിന്നെ എന്റെ ഹൃദയത്തെ തകർത്ത് കളഞ്ഞു. ആശ്വസിപ്പിക്കുന്നവരുണ്ടോ എന്ന് ഞാൻ നോക്കി, ആരെയും കണ്ടില്ല. എനിക്ക് മുന്നമേ നമുക്ക് മുന്നമേ മുറിവ് സ്നേഹിതന്മാരാൽ മുറിവേറ്റ ഒരു കർത്താവിനെ കുറിച്ച് ദാവീദ് ഇവിടെ ഓർമ്മിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. 55-ാം സങ്കീർത്തനത്തിൽ ദാവീദ് പറയുന്നുണ്ട്, എന്നെ നിന്ദിച്ചത് ഒരു ശത്രുവല്ല, അങ്ങനെയായിരുന്നെങ്കിൽ ഞാൻ സഹിക്കുവാനായിരുന്നു. നീ എന്റെ ഉറ്റ സഖിയായിരുന്നു, നീ എന്റെ പ്രാണ സ്നേഹിതനായിരുന്നു. നാം ഒരുമിച്ച് ആരാധനയെ സംബന്ധിച്ചതാണ്, നാം ഒരുമിച്ച് ദൈവാലയത്തിലേക്ക് പോയവരാണ്. ഇന്ന് പകൽക്കാലം സ്നേഹിതന്മാരാൽ മുറിവേറ്റ്, ഉറ്റവരാൽ മുറിവേറ്റ്, ഉടയവരാൽ മുറിവേറ്റ്, ദൈവം നമ്മുടെ പ്രതീക്ഷയ്ക്ക് അപ്പുറമായി ദൈവത്തിന് സ്തോത്രം നമ്മെ മുറിവേൽപ്പിച്ച് ദൈവത്തിൽ നമ്മെ ഇരുത്തിക്കളയുന്ന സ്നേഹിതന്മാരുടെ നടുവിൽ നിന്ന് ദൈവത്തിന്റെ സ്തോത്രത്തിന് എഴുന്നള്ളിപ്പാൻ കഴിവുള്ള ഒരു കർത്താവ് ഇവിടെയുണ്ട്. ഞാൻ അവനെ ഉയർത്തുകയാണ്. ദൈവത്തിന്റെ സ്തോത്രം. നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിപ്പാൻ പാവികളാൽ തനിക്ക് നേരിട്ട് ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവരെ ദൈവ പൈതലെ നീ ധ്യാനിക്ക്. നിന്റെ ധ്യാനത്തിങ്കൽ തീകത്തു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നീ എഴുന്നേറ്റ് സംസാരിക്കാൻ തുടങ്ങൂ, നീ പ്രകാശിക്കാൻ തുടങ്ങൂ.
നമുക്ക് തന്നു. നമ്മുടെ ദൈവത്തിന് സ്തുതി തന്നെ. പലരും അത് കേട്ട് ദൈവത്തിലേക്ക് തിരിയുവാൻ കാരണമായി തീരും. സ്നേഹിതന്മാരാൽ മുറിവേറ്റ ഇയ്യോബ്, സ്നേഹിതന്മാർ ദൈവത്തിന്റെ മുറിവിനെ ആഴം വർദ്ധിപ്പിച്ചുവെങ്കിലും ദൈവത്തിന് സ്തോത്രം. ഇയ്യോബിന്റെ പുസ്തകം 38 വാഴ്ത്തപ്പെട്ട യഹോവയാ ദൈവം അവന് പ്രത്യക്ഷനായി. ദൈവത്തിന് സ്തോത്രം. അവനോട് പല കാര്യങ്ങളും ചോദിച്ചു. 42-ാം അധ്യായം വായിക്കുമ്പോൾ ഈ സ്നേഹിതന്മാർക്ക് വേണ്ടി യോബ് മധ്യസ്ഥത അണച്ചു. ദൈവത്തിന് സ്തോത്രം. യോബിന്റെ സ്ഥിതിക്ക് വേദം വരുത്തി. മുറിവുകളാൽ വാക്കുകളാൽ മുറിപ്പിച്ച ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. സ്നേഹിതന്മാർ യോബിന്റെ അടുത്ത് വന്ന് മപ്പരക്കുന്ന വിഷയം കാണുവാൻ കഴിയുന്നു. ഇന്ന് നമ്മെ വേദനിപ്പിക്കുന്നവര്, ഇന്ന് നമ്മെ മുറിവേൽപ്പിക്കുന്നവര്, ഇന്ന് നമ്മുടെ മുറിവിനെ ആഴം വർദ്ധിപ്പിക്കുന്നവര്, വാക്കുകളാൽ ദൈവത്തിന് നമ്മെ മുറിവേൽപ്പിക്കുന്ന സ്നേഹിതന്മാരും ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. റബ്താമസലിന നമ്മുടെ അടുത്തേക്ക് വന്ന് ദൈവത്തിന്റെ വചനത്തിൽ വായിക്കുന്ന പോലെ നിന്റെ ശത്രുവിനെ കൊണ്ടും ഞാൻ നിന്നോട് മാപ്പിരപ്പിക്കുന്നു പറയുന്ന പോലെ ദൈവത്തിന് സ്തോത്രം. നിന്നെ വേദനിപ്പിച്ച ദൈവത്തിന് സ്തോത്രം. ആ വേദനയ്ക്ക് പരിഹാരമായി നീ പ്രാർത്ഥിക്കുമ്പോൾ അവർക്ക് ദൈവത്തിന് സ്തോത്രം. അവരെ ദൈവം അനുഗ്രഹിക്കത്തക്ക നിലയിൽ സാഹചര്യം ഒരുക്കുന്നവനാണ് നമ്മുടെ കർത്താവ്. സ്നേഹിതന്മാരാൽ മുറിവേറ്റ ഈ ദൈവത്തിന് സ്തോത്രം. ഇയ്യോബിനെ നമ്മുടെ കർത്താവിനെ നമ്മളോട് കാണുന്നു. ദൈവത്തിന് സ്തോത്രം. ഞാൻ ആ ഭാവം വിടുന്നു. 4-മതൊരു മുറിവ്, ഉള്ളിൽ മുറിഞ്ഞ മുറിവാണ്. 109-ാം സങ്കീർത്തനം 22-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു. ഉള്ളിൽ മുറിഞ്ഞ മുറിവിനെ കുറിച്ച് ഞാൻ എളിയവനും ദരിദ്രനുമാകുന്നു. എന്റെ ഹൃദയത്തിന് മുറിവേറ്റിരിക്കുന്നു. എന്റെ ഹൃദയത്തിന് മുറിവേറ്റിരിക്കുന്നു. ഈ 69-ാം സങ്കീർത്തനം ശാപസങ്കീർത്തനങ്ങളിൽപ്പെട്ട സങ്കീർത്തനമാണ്. ദൈവത്തിന് സ്തോത്രം. 69-ാം സങ്കീർത്തനത്തിന്റെ പശ്ചാത്തലം ദാവീദിന്റെ സ്വന്തം മകനാകുന്ന അബ്ശാലോം തനിക്കെതിരായി നിന്നു. ദൈവത്തിന് സ്തോത്രം. അവൻ കുറെ ആളുകളെ സമ്പാദിച്ചു, കുറെ രഥങ്ങളെ സമ്പാദിച്ചു. സകല ആളുകളെയും രാജാവിനോട് പരാതി പറയുവാൻ തോന്നിയ ആളുകളെ തടഞ്ഞു നിർത്തി അവനെ ചുംബിച്ച്, നീ ഏത് ജാതിക്കാരൻ, നീ ഏത് ഗോത്രക്കാരൻ, ഇന്ന ഗോത്രത്തിൽ വരുന്നു, നീ പറയുന്ന കാര്യം ന്യായമാണ്, നിന്റെ കാര്യം ദൈവത്തിന് തീർപ്പ് കൽപ്പിപ്പാൻ രാജാവ് ആരെയും വെച്ചിട്ടില്ലല്ലോ. പ്രശ്നക്കാരെല്ലാം എന്നെ അടുക്കൽ വരികയും ഞാൻ അവർക്ക് ന്യായാധിപനായിരിക്കുകയും ചെയ്ത് കൊള്ളായിരുന്നു പറഞ്ഞ് ആരെങ്കിലും തന്നെ ചുംബനം ചെയ്യാനായിട്ട് വന്നാൽ അവൻ ഓടിച്ചെന്ന് അവരെ ചുംബനം ചെയ്ത് സകല മനുഷ്യരെയും തനിക്ക് അനുകൂലമാക്കി നിന്നു, വശീകരിച്ചു കഴിഞ്ഞു. എന്നിട്ട് ഒടുവിൽ ദാവീദിനെതിരായി ദൈവത്തിന് സ്തോത്രം അവനെ കോർക്കുവാൻ തുടങ്ങി. അവൻ സ്വയം രാജാവായി ഡിക്ലറേഷൻ നടത്തി. ദാവീദിന്റെ മന്ത്രിയായിരുന്ന അഹിതോഫെലും ആ ദൈവത്തിന് അവന്റെ കൂട്ടുകെട്ടിൽ ഉണ്ടായിരുന്നു. ദൈവത്തിന് സ്തോത്രം. അബ്യാഥാർ പുരോഹിതനും കൂടെ ഉണ്ടായിരുന്നു. അതെ, അവൻ സ്വയം രാജാവായിട്ട് ദൈവത്തിന് ആയിത്തീർന്നു. നന്ദിയോടെ സ്തോത്രം. ഈ വിഷയങ്ങള് അറിഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ദാവീദ് ചെരുപ്പിടാതെ നഗ്നവാദനായി ദൈവത്തിന് ഓടിക്കിടക്കുന്ന സമയത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം ദാവീദിനോട് പറയുന്നുണ്ട്. അബ്ശാലോമിനോട് അഹിതോഫെൽ പറഞ്ഞു കൊടുക്കുകയാണ്, ഞാൻ 12,000 സൈന്യവുമായി കടന്നു എന്ന് ദാവീദിനെ ഞാൻ തകർക്കാം. അവനിപ്പോൾ ക്ഷീണിച്ചും അവശനായി ഭാരപ്പെട്ട് മുറിവേറ്റിരിക്കുകയാണ്. ഞാൻ അവനെ മാത്രം എയിം ചെയ്യാം, അവനെ മാത്രം ഞാൻ തകർക്കാം. അവൻ തകർന്നപ്പെട്ടാൽ, അവൻ കൊല്ലപ്പെട്ടാൽ ദൈവത്തിന് സ്തോത്രം മറ്റുള്ളവർ മുഴുവൻ നമ്മുടെ സ്ഥാനത്തേക്ക് മടങ്ങി വരും. അബ്ശാലോം രാജകുമാരന് ദൈവത്തെ മുഴുവൻ ഇസ്രായേലിന്റെയും രാജാവായിരിക്കുക. ഈ ആലോചനകളും ദൈവത്തിന് അഹിതോഫെൽ പറഞ്ഞു കൊടുത്ത ആലോചനകളും ദൈവത്തിന് സ്തോത്രം ദാവീദ് അറിഞ്ഞപ്പോൾ യഹോവേ, അഹിതോഫെലിന്റെ ആലോചനയെ നിർമൂലമാക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് ദാവീദ് പ്രാർത്ഥിക്കുന്ന, സങ്കടപ്പെടുന്ന ആ സങ്കടത്തിന്റെ നടുവിലെ ഒരു വാക്കാണ് ഇവിടെ നാം വായിച്ചത്. ദൈവത്തിന്റെ സ്തോത്രം. ഞാൻ എളിയവനും ദരിദ്രനുമാകുന്നു, എന്റെ ഹൃദയത്തിന് മുറിവേറ്റിരിക്കുന്നു.
ഇന്ന് പകൽക്കാലം ഈ മുറിവ് സ്വന്തം മകനെന്നുള്ള മുറിവ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ പ്രിയപ്പെട്ടവരിൽ നിന്ന്, നമ്മുടെ ഉറ്റവരിൽ നിന്ന്, നമ്മുടെ ഉടയവരിൽ നിന്നും നാം മുറിവേറ്റിയ അവസ്ഥയിലായിരിക്കുന്നെങ്കിൽ ദൈവത്തിന് സ്തോത്രം. നീ പതറാതെ, നീ ഭാരപ്പെടാതെ, നീ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ന്യായമായി വിധിക്കുന്നെങ്കിൽ, കാര്യം പരമേൽപ്പിക്കുന്ന ദൈവത്തിന് നിന്റെ വിഷയം ഏറ്റെടുത്തുകൊണ്ട് പ്രാർത്ഥനയോടും കണ്ണുനീരോടുകൂടെ ദൈവ സന്നിധാനത്തിൽ നീ ആയിരിക്കുന്നുവെങ്കിൽ ദൈവത്തിന് സ്തോത്രം. നിന്റെ ഹൃദയത്തിലേറ്റ മുറിവ് വെച്ച് ഓർമ്മിപ്പാൻ അവൻ മതിയായവനാണ്. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഇനി തുടർന്ന് മുൻപോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല. 1-2 നിമിഷങ്ങളിലൂടെ പറഞ്ഞ് ദൈവത്തിന് സ്തോത്രം ഞാൻ അവസാനിപ്പിക്കാം. 2 രാജാക്കന്മാരുടെ പുസ്തകം 4-ാം അധ്യായത്തിൽ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അവിടെ ഒരു പ്രവാചക ശിഷ്യന്റെ ഭാര്യയുണ്ട്. അവൾ മുറിവേറ്റവളാണ്. അവൾ വേദനപ്പെടുകയാണ്. അവൾ വളരെ സങ്കടത്തിന്റെ ആധിക്യത്തിൽ കൂടെ കഴിയുകയാണ്. ദൈവത്തിന് അവളുടെ ഭർത്താവ് മരിച്ചുപോയി. ഇപ്പോൾ കടക്കാര് ദൈവത്തിന് സ്തോത്രം തന്റെ മക്കളെ അടിമകളാക്കി കൊണ്ടുപോകാനായിട്ട് ദൈവത്തിന് വന്നിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ആ വേദനയുടെ നടുവിൽ, ആ പ്രയാസങ്ങളുടെ നടുവിൽ, ആ മുറിവിന്റെ നടുവിൽ തലയുയർത്തത്തില്ല എന്ന് പറഞ്ഞ് ഹല്ലേലൂയ ഒതുക്കിയ ആ മുറിവിന്റെ നടുവിൽ നീ ഒരിക്കലും എഴുന്നേൽക്കത്തില്ല. നീ ഒരിക്കലും എഴുന്നേൽക്കത്തില്ല. നിന്നെ ഞാൻ ഇവിടെ ഒതുക്കും. നിന്നെ ഞാൻ ഇവിടെ പോവാതെ നീ ഒരു മൂലയ്ക്ക് നിന്നെ ഇരുത്തും. ദൈവത്തിന് സ്തോത്രം. നിന്റെ കുഞ്ഞുങ്ങൾക്ക് നല്ല ഭാവി ഒരിക്കലും ഇല്ല. നിന്റെ കുഞ്ഞുങ്ങളുടെ ഭാവി ഇതുകൊണ്ട് തീർന്നു എന്ന് പറഞ്ഞ് പിശാച് ദൈവത്തിന് സ്തോത്രം തല ഉയർത്താതെ വണ്ണം നിന്റെ തല കുനിക്കുവാൻ വേണ്ടി പരിശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ദൈവ പൈതലെ, നിന്റെ പൈതലിനെ ഓർത്ത് നീ ഭാരപ്പെടുന്നെങ്കിൽ, നിന്റെ മകളെ ഓർത്ത് നീ ഭാരപ്പെടുന്നെങ്കിൽ, നിന്റെ മകനെ ഓർത്ത് നീ ഭാരപ്പെടുന്നെങ്കിൽ ഇന്ന് പകൽക്കാലം കഥകടച്ച് അകത്ത് കയറി നിന്റെ കുഞ്ഞുങ്ങളുമായി ദൈവസന്നിധിയിൽ നീ പ്രാർത്ഥിക്കാൻ നിന്റെ മുറിവിനെ ഉണക്കുവാൻ കഴിവുള്ള ഒരു കർത്താവുണ്ട്. എനിക്കൊരു സ്നേഹിതനെ അറിയാം. നന്ദിയോടെ സ്തോത്രം. ഞാൻ അവനെ ഇവിടെ ഉയർത്തുകയാണ്. ആകാശത്തിനും ഭൂമിക്കും മധ്യേ സ്വന്തം തോളിന്മേൽ തലയായിച്ചുകൊണ്ട് ഹല്ലേലൂയ, എല്ലാവരാലും ഉറ്റവരാലും ഉടയവരാലും കൈവിടപ്പെട്ടവനായി എനിക്കും നിനക്കും വേണ്ടി കഷ്ടം സഹിച്ച മുറിവേറ്റ ആ നാഥനെ ഞാൻ ഇവിടെ ഒന്ന് ഉയർത്തട്ടെ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആശ്വസിപ്പിക്കുന്നവരുണ്ടോ എന്ന് ഞാൻ നോക്കി, ആരെയും കണ്ടില്ല. സഹതാപം കാണിക്കുന്നവരുണ്ടോ എന്ന് ഞാൻ നോക്കി, ആരെയും കണ്ടില്ല. നീ വേദനയിൽ കൂടെ പോകുന്നെങ്കിൽ മക്കളെ ഓർത്ത്, മകളെ ഓർത്ത്, മകനെ ഓർത്ത് നീ ഭാരപ്പെടുന്നെങ്കിൽ ഹല്ലേലൂയ, അവന് ഹല്ലേലൂയ നശിക്കത്തില്ല. അവന് ശ്രേഷ്ഠമേറിയ ഭാവിയുണ്ട്. അവന്റെ മുറിവ് ഈ പകൽക്കാലം തന്നെ അല്ലെ കർത്താവ് കേട്ടാൻ പോവുകയാണ്. അവളെ കർത്താവ് സൗഖ്യമാക്കുവാൻ പോവുകയാണ്. പിശാച് നിന്നെ അല്ലെ ഒരിടത്ത് ഒതുക്കുവാൻ വെച്ച മുറിവിൽ നിന്ന് ദൈവത്തിനെ എഴുന്നേൽപ്പിക്കാൻ പോവുകയാണ്. നിന്റെ ഭവനത്തിൽ വെച്ച് സ്നേഹിതന്മാരാൽ അല്ലെ നീ അനുഭവിച്ച മുറിവിനെ ശമനം തരുവാൻ അവൻ വിശ്വസ്തനാണ്. നിന്റെ ഭവനത്തിൽ നിന്റെ ഉറ്റവരാലും ഉടയവരാലും ദൈവത്തിന് സ്തോത്രം നീ അനുഭവിച്ച മുറിവിനെ കെട്ടുവാൻ അവൻ വിശ്വസ്തനാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നിന്റെ കുടല് മുറിഞ്ഞ അവസ്ഥയിൽ ഭേദമാകത്തില്ല, സൗഖ്യമാകത്തില്ല, ഒരിക്കലും എനിക്ക് ശമനമില്ല എന്നോർത്ത് ഭാരപ്പെടുന്ന അവസ്ഥയിലാണെങ്കിൽ നിന്റെ സ്ഥിതിക്ക് ഭേദം വരുത്താൻ പോവുകയാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നീ ദൈവസന്നിധിയിൽ കടന്നു വന്നാൽ മതി. അല്ലെങ്കിൽ സ്നേഹിതന്റെ മുറിവാണെങ്കിലും, പിശാച് കൊണ്ടുവന്ന മുറിവാണെങ്കിലും, വീട്ടിൽ നിന്നുള്ള മുറിവാണെങ്കിലും, ദൈവത്തിന് സ്തോത്രം പുറത്തുനിന്നുള്ള മുറിവാണെങ്കിലും അകത്തുനിന്നുള്ള മുറിവാണെങ്കിലും ഇന്ന് പകൽക്കാലം നീ ഒന്ന് എഴുന്നേൽക്കാൻ തയ്യാറാണോ? ഹല്ലേലൂയ, നീ ഒന്ന് എഴുന്നേൽക്കാൻ തയ്യാറാണോ? സടകുടഞ്ഞ് എഴുന്നേൽക്കാൻ തയ്യാറാണോ? എഴുന്നേറ്റ് പ്രകാശിക്കുക. നിന്റെ പ്രകാശം വന്നിരിക്കുന്നു. നീ എന്നും നിന്ദിക്കപ്പെടത്തില്ല, നീ എന്നും ആക്ഷേപിക്കപ്പെടത്തില്ല. ദൈവം നിന്റെ മുറിവിനെ കെട്ടാൻ പോവുകയാണ്. ദൈവം നിന്നെ സൗഖ്യമാക്കാൻ പോവുകയാണ്. ദൈവം നിന്നെ വിടുവിക്കാൻ പോവുകയാണ്. ദൈവം നിന്റെ സ്ഥിതിക്ക് ഭേദം വരുത്താൻ പോവുകയാണ്. വിടുതല് അവൻ തന്റെ വചനത്തെ അയച്ച് വചന കേൾവിയെ തന്നെ കുടുംബത്തിലേക്ക് വിടുതൽ വരുന്നത് ഇന്ന് പകൽക്കാലം വിശ്വാസത്തെ നീ പ്രാപിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിന്റെ മുറിവിനെ കെട്ടുന്ന കർത്താവ്, നിന്നെ ആശ്വസിപ്പിക്കുന്ന കർത്താവ്, നിന്നെ വീണ്ടും ജീവിപ്പിക്കുന്ന കർത്താവ്, ഹല്ലേലൂയ, അവൻ നിന്നെ സൗഖ്യമാക്കും. അവൻ നിന്റെ സ്ഥിതിക്ക് ഭേദം വരുത്തും. അവൻ നിന്നെ മാറ്റിത്തരും. അവനാൽ ആശ്വാസം പ്രാപിച്ച്, അവനാൽ ബലം പ്രാപിച്ച്, അവനാൽ സ്ഥിതിക്ക് ഭേദം പ്രാപിച്ച്
ഹല്ലേലൂയ. സങ്കടം മാറി സന്തോഷമുള്ളവരായി സന്തോഷിക്കുന്ന അവസ്ഥയിൽ ബലത്തോടെ ദൈവത്തിന് സ്തോത്രം കടന്നു പോകുവാൻ ദൈവത്തിന്റെ ആത്മാവിനാലും തന്റെ വചനത്താലും നമ്മെ സഹായിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. നമ്മെ കേൾപ്പിച്ച അനുഗ്രഹീത ആലോചനയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് പകലിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ ഓർപ്പിച്ചത്, എഴുന്നേൽക്കുവാൻ നാം തയ്യാറായാൽ നമുക്കുണ്ടായ സകല മുറിവുകളിൽ നിന്ന്, നമ്മുടെ ഇരുട്ടിൻ്റെ അനുഭവത്തിൽ നിന്ന് ദൈവം നമ്മെ വിടുവിക്കുവാനിടയായിത്തീരും. നാം കേട്ടല്ലോ, എല്ലാ പ്രശ്നങ്ങളുടെയും പരിഹാരം ദൈവത്തിൻ്റെ പക്കലുണ്ട്. ഇന്ന് പകലിൽ നാം എഴുന്നേൽപ്പാൻ തയ്യാറാകുന്നുവെങ്കിൽ നമ്മുടെ നഷ്ടങ്ങൾ ഒക്കെ പരിഹരിക്കുവാൻ നമ്മുടെ കർത്താവ് മതിയായവനാണ്. നമ്മുടെ മുറിവുകൾ കെട്ടുവാൻ, അത് പരിഹരിക്കുവാൻ നമ്മുടെ കർത്താവ് മതിയായവനാണ്. സാത്താനാൽ ഏറ്റ മുറിവിനെ കുറിച്ച് നമ്മൾ കേട്ടു. ആമേൻ. പലപ്പോഴും പിശാച് പല മുറിവുകൾ നമ്മെ ഏൽപ്പിക്കാറുണ്ട്. യോബിന് വന്ന മുറിവിനെ കുറിച്ച് നമ്മൾ കേൾപ്പാടിയായി തീർന്നല്ലോ. എന്നാൽ അവൻ്റെ പിന്നത്തെ സ്ഥിതി അവൻ്റെ മുമ്പിലത്തെ സ്ഥിതിയേക്കാൾ ശ്രേഷ്ഠമാക്കി തീർക്കുവാൻ കഴിയുന്ന ദൈവത്തിൻ്റെ കരം അവൻ്റെ ആ മുറിവുകളെ ഉണക്കി എന്ന് നമ്മൾ വായിക്കുന്നു. നമ്മൾ ആമേ കേട്ടല്ലോ. ആമേ സ്തോത്രം. വീട്ടിൽ വെച്ച് ഏറ്റ മുറിവ്, തൻ്റെ ദേഹമെന്ന തിരശീല കർത്താവ് ആമേൻ അത് മുറിച്ചതിലൂടെ, അല്ലെങ്കിൽ അത് ചിന്തിയതിലൂടെ ഇരുപക്ഷത്തെയും ഒന്നാക്കി വീട്ടിൽ വെച്ച ഏറ്റ ആ മുറിവിനെ കർത്താവ് പരിഹരിപ്പാനിടയായി തീർന്നു. മാത്രമല്ല, സ്നേഹിതന്മാർ ആലേക്ക് ഏറ്റ മുറിവുകൾ, അറിഞ്ഞോ അറിയാതെയൊക്കെ നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയുള്ള മുറിവുകളുണ്ട്. എന്നാൽ അതെല്ലാം അറിയുന്ന ദൈവ കരങ്ങളിലേക്ക് അത് സമർപ്പിച്ചാൽ ആ മുറിവുകൾക്ക് പരിഹാരം കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ ഉണ്ട്. ഉള്ളിൽ മുറിഞ്ഞ മുറിവിനെ കുറിച്ച് നമ്മൾ കേട്ടു. ആ മുറിവ് ഉണക്കുവാൻ നമ്മുടെ കർത്താവ് മതിയാവനാണ്. ഒരു നിമിഷം ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കും. കർത്താവദാസൻ പാസ്റ്റർ NC ആൻഡ്രൂസ് അവറുകളെ ദൈവം ഉപയോഗിച്ചല്ലോ. നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. സ്വർഗസ്നായ കർത്താവെ, ഞങ്ങളെ കേൾപ്പിച്ച നല്ല ആലോചനയ്ക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. പ്രതികാൽ ഇന്ന് പകലിൽ ഞങ്ങളെ ഓർപ്പിച്ചതുപോലെ ഞങ്ങൾ എഴുന്നേൽപ്പാൻ തയ്യാറായാൽ, ദൈവത്തിൻ്റെ വാക്കുകൾ ശ്രദ്ധിപ്പാൻ അനുസരിപ്പാൻ തയ്യാറായാൽ, ഞങ്ങളെ രക്ഷിക്കുന്ന, ഞങ്ങളെ ഉദ്ധരിക്കുന്ന, ഞങ്ങളെ സൗഖ്യമാക്കുന്ന, ഞങ്ങളുടെ മുറിവുകളെ ഉണക്കുന്ന ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾക്കായി, സാന്നിധ്യത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവേ, സ്തോത്രം. നഷ്ടപ്പെട്ട ആ പ്രകാശം മടക്കി തരുവാൻ നിനക്ക് കഴിയുമെന്ന് ഞങ്ങൾ കേട്ടല്ലോ. പ്രശ്നങ്ങളുടെ പരിഹാരം നിൻ്റെ പക്കലുണ്ടല്ലോ. ഏറ്റ മുറിവുകളെ ഉണക്കുവാൻ കഴിയുന്നവൻ നീയാണല്ലോ. ഞങ്ങൾ ഇവിടെ ഞങ്ങളെ തന്നെ സമർപ്പിക്കുകയാണ്. സാത്താനാൽ ഏറ്റ മുറിവ് പിശാചിന് സ്തോത്രം ഞങ്ങളുടെ മേൽ പല നിലയിലുള്ള മുറിവുകൾ ഏൽപ്പിക്കുവാൻ സാധ്യതയുണ്ട്. എന്നാൽ അതിനെയൊക്കെ പരിഹരിക്കുവാൻ കഴിയുന്ന അങ്ങയുടെ സാന്നിധ്യത്തിനായി സ്തോത്രം. വീട്ടിൽ വെച്ച് ഞങ്ങൾ കേൾക്കുന്ന മുറിവുകളുണ്ട്, സ്നേഹിതന്മാരാൽ ഏൽക്കുന്ന മുറിവുകളുണ്ട്. കർത്താവെ, ഞങ്ങളുടെ ഉള്ളിൽ മുറിഞ്ഞ മുറിവുകളുണ്ട്. ഈ മുറിവുകളെല്ലാം ദൈവപാദപീഠത്തിലേക്ക് ഏൽപ്പിച്ച് സകലത്തെയും പരിഹരിപ്പാൻ കഴിയുന്ന, ഉണക്കുവാൻ കഴിയുന്ന, സൗഖ്യമാക്കുവാൻ കഴിയുന്ന ദൈവകരങ്ങളിലേക്ക് ഞങ്ങളെ ഏൽപ്പിക്കുകയാണ്. ഇന്ന് പകലിൽ ഈ ദൈവവചനം ശ്രദ്ധിച്ചപ്പോൾ കർത്താവ് ഹൃദയത്തിൽ പല വിഷയങ്ങളോടുള്ള ബന്ധത്തിൽ ഭാരപ്പെടുന്ന നിന്റെ മക്കളെ നീ തൊട്ടിരിക്കുന്നതിനാൽ സ്തോത്രം, നിന്റെ സൗഖ്യം അയച്ചിരിക്കുന്നതിനാൽ സ്തോത്രം, നീ അവരുടെ മുറിവുകളെ ഉണക്കുന്നതിനാൽ സ്തോത്രം. കർത്താവദാസൻ NC ആൻഡ്രൂസ് അവറുകൾക്കായി പ്രാർത്ഥിക്കുന്നുണ്ട്. മകനെ ശക്തമായി ഉപയോഗിച്ചതിനാൽ സ്തോത്രം. പിന്നെയും ഞങ്ങളിപ്പോൾ സമാധാനത്തോട് പിരിയട്ടെ. തിരുകൃപയിൽ ഞങ്ങളെ പൊതിഞ്ഞാണ്ട് പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി. തുടർന്ന് നടക്കുന്ന ഇംഗ്ലീഷ് സർവീസിനെ അനുഗ്രഹമാക്കി തീർക്കണമേ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും സഹവാസവും നാം പ്രാർത്ഥിച്ച സകല വിഷയത്തോട് ദൈവസഭയോട്, തുടർന്ന് ഈ ആഴ്ചയിൽ നടക്കുന്ന ഉപവാസ പ്രാർത്ഥനയോടുകൂടി എല്ലാം ഇരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവമക്കളെ, ഈ ആരാധനയിൽ പങ്കെടുത്ത നിങ്ങളെല്ലാവരോടുമുള്ള നന്ദി ഈ സമയത്ത് അറിയിക്കുകയാണ്. സമാധാനത്തോട് പിരിയാം. ഇംഗ്ലീഷ് സർവീസ് ചില നിമിഷങ്ങൾ കഴിയുമ്പോൾ ആരംഭിക്കുന്നല്ലോ. അതിലും പങ്കെടുപ്പാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നു. പ്രാർത്ഥനയോടെ നമുക്ക് പിരിയാം. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ.